സന്തോഷത്തോടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു നല്ല ഹാലലിയ പറഞ്ഞ് ക്രിസ്തുയേശുവിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നു. ഏറെ സന്തോഷമുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ അകത്ത് വളരെ ഞെരുക്കത്തിൽ ഇരുന്നപ്പോഴും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നു. ഇന്ന് ദൈവം നിങ്ങളെ ഇത്രയധികം വിശാലമാക്കിയപ്പോഴും നിങ്ങളുടെ നടുവിൽ വരാൻ കർത്താവ് എനിക്ക് നൽകിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇത്രയധികം വിചിത്രമാണ് കർത്താവിൻ്റെ കാര്യപരിപാടികളെന്ന് ഓർക്കുമ്പോൾ ഞാനും വ്യക്തിപരമായും കർത്താവിൻ്റെ ദാസനു വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാ കാലത്തും നിയോഗമുള്ള വാഗ്ദത്തമുള്ള വിശ്വസ്തന്മാരെ വളർത്തുന്നതിന് കാലത്തിൻ്റെയോ നിയമത്തിൻ്റെയോ ഒരു തടസ്സവും അവരെ തൊട്ടിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് നിങ്ങളിരുന്ന് ആരാധിക്കുന്ന ഈ ഹോള് എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ആമേൻ. ചെങ്കടൽ വന്നേക്കാം, കാറ്റടിച്ചേക്കാം, ഒരു പക്ഷേ മഴ പെയ്തേക്കാം, സമ്പത്തില്ലാതിരുന്നേക്കാം, രോഗം വന്നേക്കാം. എന്തൊക്കെ വന്നാലും കർത്താവ് പദ്ധതിയിട്ടതിനെ കർത്താവ് പൂർത്തീകരിക്കാതെ പോകത്തില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിനകത്ത് കയറുന്നതിന് മുമ്പ് കർത്താവ് എന്നോട് സംസാരിക്കുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. എങ്ങനെയാണോ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അഭിഷിക്തൻ്റെ കാതുകളിൽ ഈ പട്ടണത്തിൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കുമെന്നും ഈ പട്ടണത്തിൽ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമെന്നും വിശാലമാക്കുമെന്നൊരു വാക്ക് പറഞ്ഞത്, അതുപോലെ നിവർത്തീകരണത്തിൻ്റെ ഒരു സീസണകത്തോട്ട് തനിക്ക് കയറാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഇതിനകത്ത് നിങ്ങളുടെ മേൽ കിടക്കുന്ന ഒരു വാഗ്ദത്തവും അത് വെറുതെ പോവുകയില്ല. നിവർത്തീകരണത്തിൻ്റെ ഒരു സീസൺ, പൂർത്തീകരണത്തിൻ്റെ ഒരു കാലം ഇതിനകത്ത് ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഓപ്പണാക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നതിന് ആമേൻ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് ആമേൻ പറഞ്ഞോ. നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിച്ചിരിക്കുന്ന ഓരോ പ്രവാചക ശബ്ദങ്ങളും ഈ 2024 തന്നെ അതിൻ്റെ കാലതാമസങ്ങൾ നീങ്ങിയിട്ട് അതിൻ്റെ മേൽക്കിടക്കുന്ന ഡിലേയുടെ ദുരാത്മാക്കളെ പരിശുദ്ധാത്മാവ് വകഞ്ഞു മാറ്റി കളഞ്ഞിട്ട് പൂർത്തീകരണത്തിൻ്റെ ഒരു വേഗതയുടെ അഭിഷേകത്തെ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ഇതിനകത്തിരിക്കുന്ന 4ഓളം വരുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളുടെ വാതിലുകൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. ഞാൻ ഈ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് 14 ദിവസങ്ങൾക്കകത്ത് നിനക്ക് വേണ്ടി ചിലതിൻ്റെ മേൽ സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു കാഴ്ച സ്വീകരിച്ചോ. ഈ നാടിൽ കിടന്ന് കറങ്ങാനല്ല, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുടെ വാതിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് തുറക്കുകയാണ്. നാളുകളായി കെട്ടിക്കിടക്കുന്ന പലതിൻ്റെ മേലും ഇത് പരിശുദ്ധാത്മാവ് നിവർത്തീകരണത്തിൻ്റെ ഒരു കാലത്തെ തുറക്കുന്നു. ഏറെ നാളുകളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ചലിക്കാതെ കിടന്ന ചില ഏരിയകളെ ഇന്ന് ചില ദൈവദൂതന്മാരിറങ്ങി കലക്കുകയാണ്. ചില കിഴക്കൻ കാറ്റുകൾ ആ വിഷയത്തിനകത്ത് അടിക്കുകയാണ്. തുറക്കില്ല എന്ന് നിങ്ങൾ നിരൂപിച്ചതും നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിച്ചതുമായ ചിലതിൻ്റെ അകത്ത് അങ്ങനല്ല, ഞാൻ നിന്നോട് അരുളി ചെയ്തതുപോലെ ഞാൻ അതിനകത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങുകയാണെന്നുള്ള ദൈവശബ്ദവുമായിട്ട് ഈ രാത്രി ചില ദൈവത്തിൻ്റെ ദൂതന്മാർ എനിക്കറിയത്തില്ലേ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഈ രാത്രി പ്രവചിക്കുകയാണ്. ഈ 17ാമത്തെ രാത്രിയുടെ ഈ മിനിറ്റിൽ തന്നെ അസാധാരണമായ ചില പ്രമോഷനുകൾ ഞാൻ കാണുന്നു. കഴിഞ്ഞ 16 രാത്രി വരെ നിങ്ങൾ വന്നതുപോലെ ആയിരിക്കുകയില്ല. ഇന്ന് പകലിൽ കർത്താവ് ഒരു പുതിയ പ്രമോഷനിലേക്ക്, സ്ഥാനം മാറ്റുന്ന ഒന്നിലേക്ക്, സ്ഥാനം മാറുന്ന ഒന്നിലേക്ക് ഈ രാത്രി ദൈവാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്ത് ഉയർത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്.
ഏകദേശം ഒരു 6 മണിക്കൂർ സംസാരിക്കേണ്ട ഒരു വിഷയം എൻ്റെ ഹൃദയത്തിലുമുണ്ട്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായി വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരികയാണ്. വേദപുസ്തകം കയ്യിൽ കരുതിയിട്ടുള്ള എല്ലാവരും തിരുവെടുത്ത് എടുക്കണമെന്ന് ഞാൻ ക്രിസ്തയേശുവിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 31 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങൾ. അതൊരു പാരഗ്രാഫാണ്. നമ്മളത് മുഴുവൻ വായിക്കുകയും അതിൽ നിന്ന് 2 പദങ്ങൾ ഒരുമിച്ച് പഠിക്കുകയും ചെയ്യും. അത് മുഴുവൻ നിങ്ങളുടെ അടുക്കൽ പഠിപ്പിക്കണമെന്ന് കർത്താവിൽ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തെ ആട്ടിമുട്ടി മാറ്റാൻ കഴിവുള്ളൊരു വെളിപ്പാടാണ് ദൈവാത്മാവ് അതിനകത്ത് നിന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി ആ വേദഭാഗം ഒന്ന് വായിച്ചാൽ കൂടെ നിങ്ങളെല്ലാവരും വേദഭാഗം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. വചനം വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും ആ തിരുവെഴുത്ത് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരൊറ്റ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതിൽ കൂടുതലായിട്ട് കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടതായ യാതൊന്നും തന്നെ ഇതിനകത്തില്ല എങ്കിലും 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ചെറിയ വിവരണം ഞാൻ ആദ്യം നിങ്ങളുടെ അടുക്കിലേക്ക് ഒന്ന് തരട്ടെ. കാരണം ഈ തിരുവെഴുത്ത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അനുദിനവും ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് പോലെയാണ്. ആമേൻ. അല്ലാതെ നമ്മുടെ നിഫ്റ്റി സൂചിക പോലെ ഉയർന്നും താഴ്ന്നും പോകുന്ന ഒന്നല്ല ആ ക്രിസ്തുവിൻ്റെ കൂടെ ഉള്ള ജീവിതം. അത് അനുദിനവും ഉയർന്ന് പോകേണ്ടുന്ന ഒന്നാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ അനുദിനവും ഉയർന്നു പോകാൻ കഴിയുന്നില്ല എങ്കിൽ ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആത്മീയ മുരടിപ്പ് എന്ന്. അങ്ങനെ ആത്മീയ മുരടിപ്പിൽ നിങ്ങളാരും ഇരിക്കുന്നില്ല എന്നെനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു നിലവാരത്തിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് കാൽ ഉയർത്തി വയ്ക്കാൻ കഴിയുന്ന വെളിപ്പാടാണ് ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഈ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അത് മുഴുവൻ നിങ്ങൾ ഓർത്തു വെച്ചില്ലെങ്കിലും സാരമില്ല. പക്ഷേ ഈ തിരുവെഴുത്തിനകത്ത് നിങ്ങളോട് സംസാരിക്കുന്ന ഈ തിരുവെഴുത്തിനെ നിങ്ങൾ മറക്കരുത് എന്ന് ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായി ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വേഗത്തിൽ ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തത്തിലേക്ക് വരട്ടെ. നിങ്ങളെ ആ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അതിനകത്ത് കിടക്കുന്ന ദൈവിക ആലോചനകളും മർമ്മങ്ങളും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ആഗതനാകുന്നു. 30 വയസ്സുവരെ ആരും അറിയാതെ താൻ യോസെഫിൻ്റെയും മറിയയുടെയും കൂടെ നസറേത്തിലുള്ള തൻ്റെ വീട്ടിൽ താമസിച്ചു വരുന്നു. 30ാമത്തെ വയസ്സായ സമയത്ത് മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു ദൈവപുരുഷൻ മരുഭൂമിയിൽ നിന്ന് പ്രാപിച്ച ഒരു ദൈവ ശബ്ദവുമായിട്ട് യെരുശലേമിലേക്ക് വരുന്നു, യോർദാനിലേക്ക് വരുന്നു. യോർദാനിൽ നിന്നുകൊണ്ട് താൻ മരുഭൂമിയിൽ കേട്ട ആ ദൈവശബ്ദം വിളിച്ചു പറയുന്നു. അവൻ്റെ പേര് യോഹന്നാൻ സ്നാപകൻ എന്നാണ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ഈ അരുളപ്പാട് കിട്ടുന്നതിന് മുമ്പ് ഏകദേശം 400 വർഷങ്ങൾ ദൈവം മാനവരാശിയോട് സംസാരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആമേൻ. നിങ്ങൾക്കറിയാമായിരുന്നു അത്? അറിയില്ല എങ്കിൽ ഇപ്പോൾ അറിയുക. അറിയാമായിരുന്നെങ്കിൽ അതിനകത്തുനിന്ന് മറ്റൊരു വെളിപ്പാട് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം സംസാരിച്ച് ഒടുവിൽ ഇനി ഞാൻ ഈ ജനത്തോട് ഇടപെടുകയില്ല, ഞാൻ ഈ ജനത്തോട് അരുളപ്പാടുകളൊന്നും അരുളി ചെയ്യുകയില്ല, ഞാൻ ഈ ജനത്തോട് ഇനി ഒന്നും സംഭാഷിക്കാൻ പോകുന്നില്ല എന്ന് ദൈവം തന്നെ തീരുമാനമെടുത്തിട്ട് ദൈവം മിണ്ടാതെ ഇരുന്ന ഒരു 400 വർഷങ്ങളുണ്ടായിരുന്നു പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ. ഈ 400 വർഷങ്ങളെ ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡ് അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്നു. എന്താണ് ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കാൻ കാരണമെന്നറിയാമോ? ദൈവശബ്ദമില്ലാത്ത ഏത് നാഴികയും ഇരുട്ടാണ്. ദൈവശബ്ദമില്ലാത്ത ഏത് യോഗവും ഇരുട്ടാണ്. ദൈവശബ്ദമില്ലാത്ത ഏത് ആരാധനയും ഇരുട്ടാണ്. ദൈവശബ്ദമില്ലാത്ത ഏതു വീടും ഇരുട്ടിനകത്താണ്. ദൈവശബ്ദമില്ലാത്ത നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും ഇരുട്ടിൽ നടക്കുന്നതിന് തുല്യമാണ്. ദൈവശബ്ദമുണ്ടെങ്കിൽ അത് ഇരുളല്ല, അത് വെളിച്ചമാണ്. അനുദിനവും ആത്മാവിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ നടക്കണമെന്ന് ഞങ്ങളേറെ നിങ്ങളെ പഠിപ്പിക്കുന്നതിലും
അങ്ങനെ നിങ്ങൾ ആയിത്തീരണമെന്ന് ഞങ്ങളെക്കാളേറെ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ഇരുട്ടിൽ തപ്പുന്നവരാകരുത്, വെളിച്ചത്തിൽ നടക്കുന്നവരാകണമോ. അനുദിനവും കർത്താവിൻ്റെ ശബ്ദം കേട്ട് നടക്കാൻ പഠിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം സംസാരിക്കാതിരുന്ന 400 വർഷങ്ങൾക്ക് ശേഷം ഇതാ ദൈവം ആദ്യമായി ചരിത്രത്തിൽ പിന്നെയും സംസാരിക്കാൻ തുടങ്ങുന്നു. ആ സംഭാഷണം നടക്കുന്നത് മരുഭൂമിയിലാണ്. സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന പരുപരുക്കനായ ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ആ പ്രവാചകനോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വേഗത്തിൽ തന്നെ എൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. മോശയോട് പറഞ്ഞില്ല, യെശയ്യാവിനോട് പറഞ്ഞില്ല, ഇരമ്യാവിനോട് പറഞ്ഞില്ല, പ്രവാചക വര്യന്മാരായ ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇതാ യോഹന്നാൻ സ്നാപകനെ മരുഭൂമിയിൽ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്: എൻ്റെ രാജ്യം ഭൂമിയിലേക്ക് വന്ന് ആവസിക്കുവാൻ, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തികൾ ഭൂമിയിൽ സ്ഥാപിതമാകാനുള്ള കാലമായിരിക്കുന്നു എന്ന് പ്രവാചകനായ യോഹന്നാനോട് ദൈവം അരുളി ചെയ്യുന്നു. അങ്ങനെ ദൈവശബ്ദം കേട്ടുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വിളംബരം ചെയ്യുന്നതിന് വേണ്ടി യോഹന്നാൻ നേരെ യെരുശലേമിലേക്ക് വരുന്നു. യെരുശലേമിലേക്ക് വന്നിട്ട് യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. വിളിക്കുന്ന അഭിസംബോധന ചെയ്യുന്ന വാക്കുകളൊന്നും നമുക്കത് പൊതുസദസ്സിൽ പറയാൻ കൊള്ളാത്ത അത്രയും ഭീകരമാണെങ്കിലും സാത്താൻ്റെ സന്തതികളെ എന്നുള്ള അഭിസംബോധനയോട് കൂടിയാണ് സ്നാപക യോഹന്നാനായ പ്രവാചകനായിരിക്കുന്ന സ്നാപക യോഹന്നാനായ ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: ദൈവരാജ്യം വരാൻ പോവുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്തോണം? ഉറക്കെ പറ, മാനസാന്തരപ്പെടുവീൻ. അങ്ങനെ മാനസാന്തരപ്പെടാൻ താല്പര്യം കാണിച്ചവരെല്ലാം എങ്ങോട്ട് കൂടി? യോഹന്നാൻ്റെ അടുക്കിലേക്ക് കൂടി. യോഹന്നാൻ്റെ അടുക്കിലേക്ക് കൂടിയിട്ട് യോഹന്നാൻ ഈ കൂടി വന്നവരെല്ലാം യോർദാൻ എന്ന് പറയുന്ന നദിക്കകത്ത് സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാനസാന്തരപ്പെടാൻ വേണ്ടി താല്പര്യപ്പെട്ടു വന്നവരെ മാനസാന്തര സ്നാനം നടത്തുന്നു യോഹന്നാൻ സ്നാപകൻ യോർദാൻ്റെ കരയിൽ. അങ്ങനെ യോർദാൻ്റെ കരയിൽ ഈ സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ സകല യഹൂദന്മാരിൽ വലിയൊരു വംശവും വലിയൊരു പുരുഷാരം ഇങ്ങനെ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ നടുവിൽ നിന്ന് 30 വയസ്സുള്ള യേശുവും സ്നാനപ്പെടാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. ഇവിടെ വലിയൊരു ചോദ്യമുണ്ട്. പാപം ചെയ്തവൻ പാപമോചനത്തിനു വേണ്ടി സ്നാനപ്പെടുത്തുന്നിടത്ത് പാപമറിയാത്തവൻ എന്തിന് സ്നാനപ്പെടാൻ വരണം? ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുവീനെന്ന് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാപമോചനത്തിൻ്റെ ഈ സ്നാനക്കടവിലേക്ക് പാപമറിയാത്ത, നിത്യത മുതൽ പാപമറിഞ്ഞിട്ടില്ലാത്ത, നിത്യജീവന്റെ ഉറവിടമായിരിക്കുന്ന പുത്രൻ എന്തിനിറങ്ങി വരണം? ആ യുവജനങ്ങളുടെ നടുവിൽ നിന്ന് 30 വയസ്സുള്ള ഈ നസ്രയത്തിലെ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ മരുഭൂമിയിൽ വന്നവനും നസ്രയത്തിൽ നിന്ന് വന്നവനും തമ്മിൽ യോർദാന്റെ കരയിൽ വെച്ചൊന്ന് കണ്ടു. ആമേൻ. മരുഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദവുമായി വന്നവനും നസ്രയത്തിൽ നിന്ന് മരപ്പണിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ആശാരി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവും യോർദാന്റെ കരയിൽ വന്ന് ഒന്ന് കണ്ടു. ആമേൻ. സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന യോഹന്നാൻ സ്നാപകനും ഇന്നുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത യേശുവും യോർദാന്റെ കരയിൽ വന്നൊന്ന് കണ്ടു. ആ കൂട്ടിമുട്ടൽ യോഹന്നാന്റെയും യേശുവിൻ്റെയും ജീവിതത്തെ ഒരുപോലെ അങ്ങ് മാറ്റിമറിച്ചു. ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ചില നിമിഷങ്ങളിൽ ദൈവം ഇങ്ങനെയുള്ള ചില പ്രവാചകന്മാരുമായി, ഇങ്ങനെയുള്ള ചില അഭിഷിക്തന്മാരുമായിട്ട് നിങ്ങൾക്കൊരു കൂട്ടിമുട്ടൽ തരും. ആമേൻ. ഈ ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പും കാണുന്നതിന് പിൻപും എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുന്ന ചില എൻകൗണ്ടറുകൾ മരുഭൂമിയിൽ നിന്ന് ദൈവശബ്ദവുമായിട്ട് വരുന്നവൻ്റെ മുമ്പിലേക്ക് നിങ്ങളൊന്ന് വന്നാൽ ആ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൻ്റെ ഗതി അങ്ങ് മാറാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിൽ എത്ര പേർ ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്നലെ വരെ ഒന്നുമല്ലാതിരുന്ന, ഒന്നുമാകാൻ സാധ്യതയില്ലാതിരുന്ന നിങ്ങൾ ഈ ഹോളിനകത്തൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ദൈവ സാന്നിധ്യവുമായിട്ട് നിങ്ങളൊന്ന് എൻകൗണ്ടർ ചെയ്യാൻ പോവാണ്. ഈ എൻകൗണ്ടറിന് ശേഷം
ഇതിനകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവുമായി നിങ്ങളൊന്ന് കൂട്ടിമുട്ടിയതിന് ശേഷം പിന്നെ നിങ്ങളെ ആളുമാറിയവനെ പോലെ മാത്രം കാണാൻ കഴിയുന്ന അളവിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമൂല മേഖലകളിലും മാറ്റം വരുത്താൻ കഴിയുന്ന ഒന്നാണ് ഈ രാത്രി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ രാത്രി ചിലരുടെ എൻകൗണ്ടർ ഡേ ആണ്. അതെന്നോടുള്ള ആലോചനയാണെന്നുണ്ടെങ്കിൽ അതിനെ ചാടി പിടിച്ചാമേ പറഞ്ഞോ. ഈ രാത്രി നിന്റെ ജീവിതത്തിലെ എൻകൗണ്ടർ ഡേ ആണ്. ഏലിയാവിൽ നിന്ന് ഏലീശയിലേക്ക് ഒരു ഇരട്ടി പങ്ക് പകർന്നതുപോലെ യോഹന്നാനും യേശുവും യോർദാന്റെ കരയിൽ കണ്ടുമുട്ടിയപ്പോൾ സ്വർഗം തുറന്നതുപോലെ ഈ രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് ചിലരെ എൻകൗണ്ടർ ചെയ്യുന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത, ചരിത്രത്തിൽ എങ്ങും വായിച്ച് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ചിലത് നിന്റെ മേൽ പകരാൻ വേണ്ടി, നിന്റെ പേരിൽ എഴുതിത്തരാൻ, നിന്റെ ശിരസിന്റെ മേൽ അഭിഷേകം വീഴ്ത്താൻ ഈ രാത്രി ദൈവാത്മാവുമായിട്ടൊരു നേരിട്ടൊരു എൻകൗണ്ടർ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായി മാത്രമല്ല, ചില ഏഞ്ചലിക് എൻകൗണ്ടറുകളുടെ റെലം ഇന്ന് ഈ രാത്രി ഹോളിനകത്ത് തുറക്കുകയാണ്. ചിലരുടെ മേൽ ഇപ്പോൾ ദൂതന്മാരുമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഏഞ്ചലിക് റെലം തുറക്കുകയാണ്. നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഈ ഹോളിനകത്ത് നിങ്ങളുടെ തൊട്ടു മുമ്പിൽ ചില ദൂതന്മാരെ നിങ്ങൾ കാണും. You will see angels. You will see cherubs. Rabas matala raba. Mebrele horobos maratal kabaya. Lama sotolo romohosi. Yes. കഴിഞ്ഞ 1, 2, 3 ദിവസങ്ങളായിട്ട് നിങ്ങൾ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ ഈ ദൂതന്മാരുടെ തല ഒന്ന് തുറക്കണമെന്ന്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി അതിനെ സീൽ ചെയ്ത് പറയുന്നു, ഈ രാത്രി നിങ്ങൾ ദൂതന്മാരുമായിട്ട് എൻകൗണ്ടർ ചെയ്യും. നിങ്ങളെ എടുത്തോണ്ട് പോകുന്ന ചില ദൂതന്മാർ ഇതിനകത്ത് ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. മരുഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടവനും നസ്രയത്തിൽ കിടക്കുന്ന യേശുവും നേരിട്ട് യോർദാന്റെ കരയിലൊന്ന് കണ്ടു. കണ്ട പാടെ മരുഭൂമിയിൽ നിന്ന് വന്നവന് മനസ്സിലായി, ഇത് മരുഭൂമിയിൽ എന്നോട് സംസാരിച്ചവന്റെ പുത്രനാണ്. അവിടെ കൂടി നിൽക്കുന്ന ബഹുപുരുഷാരത്തിന് ഒന്നും പിടികിട്ടിയില്ല. പക്ഷെ മരുഭൂമിയിൽ നിന്ന് വന്നവന് മനസ്സിലായി, എന്നോട് പോയി അരുളി ചെയ്യാൻ പറഞ്ഞവന്റെ രക്തമാണ് എൻ്റെ കണ്ണിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, യേശു യോഹന്നാനുമായിട്ടാണ് എൻകൗണ്ടർ ചെയ്തത്, അല്ലാതെ യോഹന്നാൻ യേശുവായിട്ടല്ല എൻകൗണ്ടർ ചെയ്തത്. യേശു യോഹന്നാനും തമ്മിൽ കണ്ടുമുട്ടി. പടകിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നോ പ്ലീസ്, അത് ചെയ്യരുത്. നിന്റെ കയ്യാൽ ഞാൻ സ്നാനമേൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യാൽ നീ സ്നാനപ്പെടുന്നത് അത് അസംഭവ്യമായ കാര്യമാണ്. ഉടനെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നീ ഇതൊന്ന് സമ്മതിക്ക്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് എനിക്കും നിനക്കും ആവശ്യമാണ്. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി യേശുവിനെ യോർദാന്റെ കരയിൽ സ്നാനപ്പെടുത്തുന്നു. സ്നാനമേറ്റ് കയറിയ ഉടനെ കഴിഞ്ഞ 400 വർഷമായി അടഞ്ഞിരുന്ന സ്വർഗത്തിൻ്റെ വാതിലങ്ങ് തുറന്നു.
കഴിഞ്ഞ 400 വർഷമായി ഒരു പ്രവാചകനോടും അരുളി ചെയ്യാതിരുന്ന സ്വർഗത്തിൻ്റെ വാതിൽ മേഘങ്ങൾക്ക് മുകളിൽ അങ്ങ് തുറന്നു. പണ്ട് സീനായിയുടെ മരുഭൂമിയിൽ മാത്രം കേട്ട് ശീലിച്ച പിതാവായ ദൈവത്തിൻ്റെ, യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കൂടി നിന്നവരെല്ലാവരും കേട്ട് ഞെട്ടി. അയ്യോ, ഇതെങ്ങനെ സംഭവിക്കും? ഇവൻ്റെ അപ്പനെ ഞങ്ങൾക്കറിയാവല്ലോ, ഇവൻ്റെ പപ്പായെ ഞങ്ങൾക്കറിയാവല്ലോ, ഇവൻ്റെ പപ്പ യോസെഫ് അല്ലേ, അവനൊരു ആശാരിപ്പണിക്കാരനല്ലേ, അവനൊരു മരപ്പണിക്കാരനല്ലേ, അവൻ കഴിഞ്ഞ ദിവസവും കൂടി ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്നതാണല്ലോ, ഇവൻ എങ്ങനെ അത്യുന്നതൻ്റെ പുത്രനാകും? ആഹാ, ചില എൻകൗണ്ടറുകൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി മാറും. നിന്റെ അപ്പൻ്റെ പേരിലോ നിന്റെ അമ്മയുടെ പേരിലോ നിന്റെ നാടിൻ്റെ പേരിലോ പിന്നെ നീ അറിയപ്പെടുകയില്ല. നീ പിന്നെ അറിയപ്പെടുന്നത് ഹെവൻലി അതോറിറ്റികളുടെ പേരിലായിരിക്കും. എന്നോട് പിന്നെയും പരിശുദ്ധാത്മ പറയുന്നു, വട്ടപ്പാറയിൽ നിന്ന് ചിലരെ പരിശുദ്ധാത്മാവ് അങ്ങനെ എടുക്കുകയാണ് ദൈവദാസനെ. അപ്പന്റെയോ അമ്മയുടെയോ ലേബലിലല്ല, അഭിഷേകത്തിന്റെ ലേബലിനകത്ത് കയറാൻ, പരിശുദ്ധാത്മാവിന്റെ ലേബലിനകത്ത് കത്താൻ ഇതിനകത്ത് ചിലരെ കർത്താവ് കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിന്റെ നാടിന്റെ പേരിലല്ല, നിന്റെ അമ്മയുടെ പേരിലല്ല, നിന്റെ വീടിന്റെ പേരിലല്ല, അഭിഷേകത്തിന്റെ പേരിൽ അറിയപ്പെടാൻ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില അപ്രൂവുകൾ ഇടുന്നുണ്ട്. സ്വർഗം തുറന്നു. പിതാവായ ദൈവം വിളിച്ചു പറയുകയാണ്, ഹി ഈസ് മൈ സൺ. അവൻ ആരുടെ മോനാ? ഹി ഈസ് മൈ സൺ. അത് യോസേഫിന്റെ പുത്രനല്ല, അവൻ എൻ്റെ പുത്രനാ. ഗർഭിണിയായ മറിയെ തള്ളിക്കളഞ്ഞിട്ട് പോകാനൊരുങ്ങിയ യോസേഫിനോട് സ്വപ്നത്തിൽ വന്നിട്ട് ദൂതൻ പറഞ്ഞു, നീ തള്ളരുത്, നീ കൈക്കൊള്ളണം. യോസേഫ് മനസ്സില്ലാതെ ഇതൊരു പേരുദോഷമായേക്കുമോ എന്ന ഭയത്തോടെയാണെങ്കിലും അതിനെ അങ്ങ് സ്വീകരിച്ചു. ചോദിച്ചവരോടെല്ലാം പറഞ്ഞു, എൻ്റെ തന്നെ മോനാ, ഞാൻ അധ്വാനിക്കുന്നത് അവൻ കഴിക്കുന്നേ, എൻ്റെ ചെറുക്കനാ. ഒരു സമയമെത്തിയപ്പോൾ ആരുമറിയാത്ത പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിഴലിട്ട് അവളുടെ വയറ്റിൽ ഉരുവാക്കിയവൻ തന്നെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇറങ്ങി വിളിച്ചു പറഞ്ഞു, അത് യോസേഫിൻ്റെതല്ല, അത് എൻ്റേതാണ്, അത് എൻ്റെ പുത്രനാണ്. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് നിശബ്ദമായിരിക്കുമെങ്കിൽ ഞാൻ അതിനകത്ത് നിന്നൊരു പ്രവാചക ശബ്ദം പറയാം. ഈ അടച്ചു മൂടിയിരിക്കുന്ന ഹോളിനകത്ത് ദൈവം നിങ്ങളോട് പറയുന്ന പലതിനും നിങ്ങളുടെ ബുദ്ധി ഒരുപക്ഷെ സംശയം ഇട്ടാലും സ്വീകരിക്കണമോ എന്ന് ബുദ്ധി ഒരുപക്ഷെ നമ്മളോട് യോസേഫിനെ പോലെ ഇത് പിടിക്കണോ, ഇത് വേണോ, ഇതിന് ആമേൻ പറയണോ എന്ന് ചിന്തിച്ചാലും ധൈര്യമായിട്ട് ആമേൻ പറഞ്ഞോ. വേഗത്തിൽ തന്നെ 10 പേര് കാണക്കെ ആമേൻ പറഞ്ഞ നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് ചില ഡിക്ലറേഷനുകൾ വരും. യെസ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? അവൻ രഹസ്യത്തിൽ പറഞ്ഞിട്ട് രഹസ്യത്തിൽ കാര്യം നടത്തിയിട്ട് ആരും അറിയാതെ മറുവശത്തൂടെ പോകുന്നവനല്ല. അവൻ എവിടെയെങ്കിലും വെച്ച് നിങ്ങളോട് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 പേര് കാണുകെ ആകാശം തുറന്ന് ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടു കൂടി തെളിയിച്ചു പറയുന്നതാണ്. അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നോക്കി പ്രവചിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് പറഞ്ഞ പലതിനെയും ദൈവം തെളിയിക്കാൻ പോകുന്നൊരു സീസൺ വരികയാണ്. ദൈവം നിങ്ങളോട് അരുളി ചെയ്ത പലതിനെയും ജനമധ്യത്തിൻ്റെ നടുവിൽ
നിന്റെ വീട്ടുകാരുടെ നടുവിൽ, ഈ നാടിന്റെ നടുവിൽ നിന്നെ ഇറക്കി നിർത്തി അങ്ങനെ അങ്ങ് തെളിയിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ഞാൻ വേഗത്തിൽ പോയിക്കോട്ടെ, അവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ സ്വർഗം തുറന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പിതാവായ ദൈവം അരുളി ചെയ്യുന്നു. പെട്ടെന്ന് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധ ആത്മാവ് പറന്ന് താഴോട്ടിറങ്ങി വന്ന് ഈ 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ചുമലിൽ വന്നിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം, ഓരോ പദങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. യോർദാന്റെ കരയിൽ സ്വർഗം തുറന്ന് മേഘത്തിൽ ഇടിമിട്ടി മിന്നൽ പെയ്യുന്നത് പോലെ യഹോവയായ ദൈവം തൻ്റെ ശബ്ദം അയച്ചു അരുളി ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന്. അടുത്ത് അവനത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പ്രാവ് പറന്നിറങ്ങി വരുന്നത് പോലെ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, ഒരു വെളുത്ത പ്രാവ് പറന്നിറങ്ങി വരുന്നത് പോലെ പരിശുദ്ധ ആത്മാവ് സ്വർഗസിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന യേശുവിൻ്റെ ചുമലിൽ വന്ന് ഇരുന്നു. നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. അന്ന് വന്നിരുന്നത് പറന്നുപോയ ഒരു വചനമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ വായിച്ചിട്ട് കണ്ടിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നത് വിട്ടിട്ട് പോകാനല്ല, നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നത് നിനക്കൊരബദ്ധം പറ്റുമ്പോൾ എന്നാൽ ഞങ്ങൾക്ക് തമ്മിൽ ഇനി ഒരു കൂട്ടില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോകാനല്ല, നിന്റെ വീഴ്ചയിലും നിന്റെ ബലഹീനതയിലും നിന്റെ താഴ്ചയിലും നിന്റെ കൈക്ക് പിടിച്ചിട്ട് ദൈവം നിന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് എടുത്തോണ്ട് പോകാനാണ് അവൻ ഇറങ്ങി വരുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് ഹൃദയം കൈമാറുന്നുണ്ട് ഇവിടെ ചിലരുടെ ഹൃദയങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കവർന്നെടുക്കുകയാണ്. എവിടെയൊക്കെയോ പിണങ്ങി മാറിയ, എവിടെയൊക്കെയോ നീരസപ്പെട്ടു മാറിയ, എവിടെയൊക്കെയോ വഴക്കിട്ട് മാറിയ ചിലരെ ഈ രാത്രി ദൈവാത്മാവ് ഒരുമിച്ച് കണക്ട് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എനിക്കത് പറയാതെ പോകാൻ പറ്റുന്നില്ല. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇനിയും നിന്നെ ഉപയോഗിക്കാൻ അവനൊരു പദ്ധതിയുണ്ട്. ഇനിയും അതൊരിക്കൽ കൂടി പകർന്നു തരാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ടെന്ന്. നീ നശിപ്പിച്ച് കളഞ്ഞതാകട്ടെ, നിന്റെ ബലഹീനത കൊണ്ട് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞതാകട്ടെ, പരിശുദ്ധാത്മാവ് പിന്നെയും പ്രവചിക്കുന്നു, ഒരിക്കൽ കൂടി അത് നിന്റെ മേലിടാൻ, ഇനിയും അത് നിന്റെ മേൽ പുതുക്കി തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേലിറങ്ങി വന്നു, യേശുവിൻ്റെ തോളത്ത് വന്നിരുന്നു. അവൻ യോർദാന്റെ കരയിൽ നിന്ന് കയറിയ ഉടനെ കരയിൽ വെച്ചിരുന്ന മുഴക്കോലും കൊട്ടോടിയും ആണിയും ചിന്തേരും എടുക്കാൻ തിരിഞ്ഞപ്പോൾ തോളയിലിരുന്നവൻ പറഞ്ഞു, ഇനി നിനക്കത് വേണ്ട. ഈ രാത്രി കർത്താവ് ചിലരോട് പറയും, ഇനി നിനക്കത് ഈ കൊട്ടോടിയും മുഴക്കോലും കൊണ്ടല്ല നീ ജീവിക്കാൻ പോകുന്നത്. ഇനി നിനക്കത് വേണ്ട എന്ന് ഈ രാത്രി ആത്മാവ് പറഞ്ഞാൽ വിട്ടുകളഞ്ഞേക്കണം. കാരണം എന്നാണെന്നറിയാവോ? നിനക്ക് വേണ്ടി എഴുതാൻ പോകുന്ന ചരിത്രങ്ങളെ മുന്നിൽ കണ്ടിട്ടാ കർത്താവ് ചിലതിനെ വിടാൻ പറയുന്നത്. യേശുവിൻ്റെ തോളിലിരുന്ന പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ഈ ദൈവാത്മാവുമായിട്ട് എൻകൗണ്ടർ കിട്ടിയ പിറ്റേ ദിവസം ഒരു പക്ഷേ പ്രവചിച്ചു തുടങ്ങണമെന്നില്ല, പിറ്റേ ദിവസം രോഗസൗഖ്യം സംഭവിക്കണമെന്നില്ല, പിറ്റേ ദിവസം മുതൽ അസാധാരണമായ വീര്യപ്രവൃത്തി നടക്കണമെന്നില്ല. ആദ്യം പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിന്നെ എനിക്കൊന്ന് കിട്ടണം.
ഒറ്റയ്ക്കൊന്ന് കിട്ടണം. ആൾക്കാരെല്ലാം തള്ളി, ആൾക്കാരെല്ലാം കളിയാക്കി, ആൾക്കാരെല്ലാം അപമാനിച്ച്, ആൾക്കാരെല്ലാം ഒറ്റപ്പെടുത്തുന്ന ഒരു ടൈമിൽ ദൈവാത്മാവിന് നിന്നെ കിട്ടിയാലുണ്ടല്ലോ, ജനസമൂഹം നിന്റെ പുറകെ നടക്കുന്ന ഒരു ഹിസ്റ്ററി കർത്താവ് നിന്നിലൂടെ ആരംഭിക്കും. ശ്രദ്ധിച്ചു കേട്ടോണേ. യേശുവിനെ ദൈവത്തിൻ്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ മരുഭൂമിയിലേക്ക് പോയി 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു. ഉപവാസത്തിന് ശേഷം പരീക്ഷകനായ പിശാച് അടുത്തു വന്നു, അവനെ പരീക്ഷിച്ചു. നമ്മൾ അവിടെ ഒന്നും ഇപ്പോൾ വിശദീകരിക്കാതെ നേരെ പോവുകയാണ് നമുക്ക്, കാരണം ലൂക്കോസിന്റെ സുവിശേഷം 4:31 നമുക്ക് വേഗത്തിൽ വരണം. എന്നിട്ട് അവനെ വിട്ട് കടന്നുപോയി. അവൻ ആ പരീക്ഷ ജയിച്ചു. എന്നിട്ട് യേശു അനന്തരം, വായിക്കാമോ? ലൂക്കോസ് 4:31. അനന്തരം. അപ്പൊ ഈ അനന്തരം 31, അനന്തരം, ആ വാക്കിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായോ? എന്തിനനന്തരം? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന്റെ അനന്തരം, മരുഭൂമിയിലെ 40 ദിവസത്തിന് അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിൽ ചെന്ന് ശബത്തിൽ ഒരു സിനഗോഗിനകത്ത് അവരെ ഉപദേശിച്ചു പോന്നു. ഇതുപോലൊരു പള്ളി യഹൂദന്മാർക്ക്, ശബത്ത് എന്താണെന്നറിയാമല്ലോ? ശനിയാഴ്ച ദിവസം. യഹൂദന്മാരുടെ ശബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമാണ്. ആഴ്ചയിലെ 1-ാം ദിവസം അവർക്ക് ഞായറാഴ്ചയും 7-ാം ദിവസം ശബത്ത്, അതായത് ശനിയാഴ്ചയുമാണ്. അതുകൊണ്ട് ഒരു ശനിയാഴ്ചയിൽ ഒരു ശബത്തിൽ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിൽ അവരുടെ പള്ളിയിൽ യേശു പോയി. ഈ ഗലീലയും നസ്രയത്തും ഒക്കെ അടുത്തടുത്ത് കിടക്കുന്ന നാടായതുകൊണ്ട് യേശു ഇടയ്ക്കിടയ്ക്ക് എവിടെ പോകുന്നതാണ്? ഈ പറയുന്ന എല്ലാ സിനഗോഗുകളിലേക്കും പോകും. യഹൂദൻ്റെ സമയ സൗകര്യം പോലെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ വട്ടപ്പാറയിൽ ആരാധിക്കും, ചങ്ങനാശ്ശേരി പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും കയറിയുള്ള ഒരു ആരാധനയിൽ പങ്കെടുക്കും, ബാംഗ്ലൂർ പോകുമ്പോൾ അവിടെ എവിടെയുള്ള ഒരു ആരാധനയിൽ പങ്കെടുക്കും എന്ന് പറയുന്നത് പോലെ തന്നെ. അങ്ങനെ യേശു അനന്തരം പതിവ് പോലെ എങ്ങോട്ട് വന്നു? ഗലീലയിലെ പട്ടണമായ കഫർനഹൂമിലെ ഒരു പള്ളിയിൽ വന്ന് ശബത്തിൽ തിരുവഴുത്തിൽ നിന്ന് അവരോട് സംസാരിക്കുകയാണ്, ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വചനം അധികാരത്തോടുകൂടെ ആകയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അടുത്ത പദമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് നമ്മൾ എത്തും. 13. അവിടെ പള്ളിയിൽ, എവിടെ? ഗലീലയിൽ. എവിടെ? കഫർനഹൂമിൽ. എവിടെ? പള്ളിക്കകത്ത്. ആമേൻ പറഞ്ഞേ. ആമേൻ. ഇത് നടക്കുന്നത് അമ്പലത്തിലോ കുരിശടിയിലോ ഒന്നുമല്ല, യഹൂദന്റെ പള്ളിക്കകത്ത്. അവിടെ പള്ളിക്കകത്ത്, പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ക്ലിയർ ആയോ? ഓക്കെ. അവൻ, നസറായനായ യേശുവേ വിടു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. ഈ ചിത്രം നല്ലതുപോലെ നിങ്ങളുടെ മനസ്സിലോട്ട് പതിയണം. യേശു യോർദാന്റെ കരയിൽ ചെന്ന് സ്നാനമേൽക്കുന്നു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നു. ഇപ്പോൾ അവൻ മരുഭൂമിയിലേക്ക് 40 ദിവസം ഉപവസിക്കാൻ വേണ്ടി പോയി. ആ മരുഭൂമിയിൽ നിന്ന് അനന്തരം അവൻ ഗലീലയിലെ കഫർനഹൂമിലെ പള്ളിയിൽ വരുമ്പോഴും അവൻ്റെ തോളിൽ ആരിരിപ്പുണ്ട്? പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ട്. അവൻ്റെ തോളിൽ എന്തിരിപ്പുണ്ട്? അന്നിറങ്ങി വന്ന ആ പ്രാവ് അതുപോലെ വസിക്കുന്നുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് മരുഭൂമി മാത്രമല്ല, പള്ളിക്കകത്ത് വരും. അവൻ പരിശുദ്ധാത്മാവിനെയും കൊണ്ട് കയറി പുൽപ്പറ്റിയിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അകത്തിരുന്ന ഒരു മനുഷ്യൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. കഴിഞ്ഞ സെക്ഷൻ വരെ അവിടെ ശാസ്ത്രി പ്രസംഗിച്ചിട്ട് ഇവനാണ് ഏറ്റവും കൂടുതൽ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞത്. കഴിഞ്ഞ സെക്ഷനിൽ ന്യായപ്രമാണം പുരോഹിതൻ പഠിപ്പിച്ചപ്പോൾ ഏറ്റവും ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞത് ഇദ്ദേഹമാണ്. എന്നാൽ അടുത്ത സെഷനിൽ ആത്മാവുള്ളവൻ കയറിയപ്പോൾ അവൻ്റെ അകത്തിരിക്കുന്ന ചിലത് അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് വാസയത്. കാര്യം എന്നറിയാവോ? നിങ്ങളുടെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫ്രണ്ട് സർക്കിളിനകത്ത് പോകാൻ പറ്റില്ല. ആമേൻ. എനിക്കിഷ്ടമുണ്ട് അവരെ എൻ്റെ സുഹൃത്തുക്കളാക്കാൻ, പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഇറിറ്റേഷനാണ്. കാര്യം എന്നറിയാവോ? അത് നിന്റെ കുഴപ്പം കൊണ്ടല്ല,
സുഹൃത്തുക്കൾ നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഞാൻ എങ്ങ് കയറി പറഞ്ഞോട്ടെ, ശുശ്രൂഷകന്മാർ പോലും ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അവരുടെ അകത്തിരിക്കുന്നതിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്ന് നിന്റെ ചുമലിൽ ഇരിപ്പുണ്ട്. കാരണം അവരെ പോലെ കളി പറയാൻ നിനക്ക് പറ്റത്തില്ല. കാരണം യു ആർ ക്യാരിയിങ് ദ ഹോളി സ്പിരിറ്റ്. അവരെ പോലെ രണ്ടുപേർ ഒരുമിച്ച് കൂടുമ്പോൾ മറ്റേ പാസ്റ്റർ കള്ളപ്പണം കൊണ്ടാണ് സഭ പണിയെന്ന് പറയാൻ നിനക്കൊക്കത്തില്ല. ബിക്കോസ് യു ആർ ക്യാരിയിങ് ദ ഹോളി സ്പിരിറ്റ്. ഫേസ്ബുക്കിൽ കിടക്കുന്ന ട്രോളും കമന്റും ഡിസ്കസ് ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടേലും അത് പറയുമ്പോൾ നിന്റെ തോളയിൽ ഒരു പിടി വീഴും. നോ നോ നോ, നീ അത് പറയരുത്, നീ അത് പറയരുത്. അങ്ങനെയുള്ള നിന്നെ കൂടെ കൂട്ടാൻ അവർക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള നിന്റെ സാന്നിധ്യം പോലും അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. മനസ്സിലായോ? മനസ്സിലായോ? എന്തുകൊണ്ടാ ചിലരൊക്കെ നിങ്ങളെ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിട്ട് റിപ്ലൈ ചെയ്യാത്തതെന്ന് ഇപ്പം മനസ്സിലായോ? എന്തുകൊണ്ടാണ് അവർ ചായ കുടിക്കാൻ പോകുമ്പോൾ നിന്നെ വിളിക്കാത്തതെന്ന് മനസ്സിലായോ? എന്തുകൊണ്ട് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് അവർ നിങ്ങളെ റിമൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എന്തുകൊണ്ട് അവർ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എന്തുകൊണ്ട് അവർ ഫോൺ എടുക്കാത്തതെന്ന് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇന്ന് മനസ്സിലാക്കിക്കോ, അവരുടെ അകത്തിരിക്കുന്നതിന് താങ്ങാൻ കഴിയാത്ത ഒന്ന് നിന്റെ ചുമലിരിക്കും. അങ്ങനെ വില കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ അവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. നീ ചിലതിനെ കേറി ചെയ്യുന്നൊരു സമയം വരുന്നുണ്ട്. യേശു അവിടെ വന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നേരം ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ പറഞ്ഞ് തുള്ളിച്ചാടിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖഭാവം മാറി. അവൻ എന്തൊക്കെയോ പിരിമുറുക്കമാണ്, എന്തോ വരിഞ്ഞു മുറുകയാണ്. അടുത്തൊരു സെക്കൻഡിൽ അവൻ്റെ നിയന്ത്രണം നഷ്ടമായിട്ട് അവൻ്റെ അകത്തിരുന്ന ദുരാത്മാവ് എഴുന്നേറ്റിട്ട് ഒരൊറ്റ വിളിയാ. എന്താണെന്നറിയാമോ? നസറയനായ യേശുവേ, ലീവ് us, ഞങ്ങളെ വിട്ടുപോ. റിക്വസ്റ്റാണ്. എങ്ങനെ? പ്ലീസ് ഒന്ന് പോകാവോ? ഞങ്ങൾക്ക് ശാസ്ത്രി മതി, ഞങ്ങൾക്ക് പുരോഹിതൻ മതി, ഞങ്ങൾക്ക് പ്രസംഗം മതി, ഞങ്ങൾക്ക് നിന്റെ മേ കിടക്കുന്നതിനെ താങ്ങാൻ പറ്റുന്നില്ല. എനിക്കറിയാം അഭിഷേകത്തിനകത്ത് ചലിക്കുന്ന സഭയായത്. അതിനി വിശദീകരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഇവിടെ കേരളത്തിൽ ഒട്ടനവധി സഭകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പദവി മതി. എന്തു മതി? ഞങ്ങൾക്ക് കാശ് മതി, ഞങ്ങൾക്ക് പ്രശസ്തി മതി. എന്നാൽ എവിടെയെങ്കിലും ഒരു കൂട്ടം ഞങ്ങൾക്ക് അഭിഷേകം മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു ചരിത്രത്തിൻ്റെ ആരംഭമാണ്, എന്തോ ഒരു ഉണർവിൻ്റെ തുടക്കമാണ്. ഭൂതം പിടിച്ചവൻ യേശു റിക്വസ്റ്റ് ചെയ്യാണ്, ഞങ്ങളെ വിടൂ. കാരണം ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? പൊന്നു മോനെ, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എൻ്റെ പൊന്നു കർത്താവേ, നീ എന്നാത്തിനെ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഞാനിവിടെ മനോഹരമായിട്ട് കഫർനഹൂമിലിരിക്കുകയല്ലേ. നിനക്ക് വല്ല നസ്രയത്തിലോ യോർദാൻ്റെ കരയിൽ എങ്ങനെ ഇരുന്നാൽ പോരെ? നീ എന്നാത്തിനെ ഇപ്പം ഇങ്ങോട്ട് വന്നേ? പച്ചമലയാളത്തിൽ പറയുമോ കേട്ടോ. വൈ ഡിഡ് യു കൈം ഹിയർ? നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? യേശു ഒന്നും പറയുന്നില്ല. യേശു പറയുന്നതിന് മുമ്പ് തന്നെ അവൻ അടുത്ത സെന്റൻസ് തുടങ്ങി, നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നേ? അപ്പോൾ ഇവന് മനസ്സിലായി, ഈ വന്നിരിക്കുന്നവന് എന്നെ നശിപ്പിക്കാൻ വരെയുള്ള എന്നെ ചീത്ത വിളിക്കാനോ വഴക്ക് പറയാനോ അല്ല, എന്നെ ഉന്മൂലനാശം ചെയ്യാൻ വരെ കഴിവുള്ളവനാണ് വന്ന് നിൽക്കുന്നതെന്ന് വചനം നോക്കിയോ. നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? അടുത്ത ചോദ്യം, നീ ആരാണെന്ന് ഞാൻ അറിയുന്നു. ഏകദേശം ഒരു 100-300 പേര് സാധാരണ യഹൂദൻ്റെ സിനഗോഗുകളിൽ കൂടാറുണ്ടെന്നാണ് പറയാറ്.
300 പേരില്ല, 100 പേരൊന്ന് കൂട്ടിക്കോ. ഏറ്റവും മിനിമം 100 പേരുണ്ടെങ്കിൽ 99 പേർക്കും മനസ്സിലായില്ല വന്ന് നിന്ന് വചനം പറയുന്നത് യോസേഫിന്റെ മകനല്ല എന്ന്. കാരണം ഇത് ഗലീലയാണ്, ഇത് കഫർനഹൂമാണ്. ഇവിടെ നിന്ന് ആരും യോർദാൻ വരെ പോയിട്ടില്ല. മേഘം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞപ്പോ, കേട്ടോണേ, ഇത് നസ്രയത്തിലായിരുന്നെങ്കിൽ, യോർദാന്റെ കരയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഓക്കെ. കഴിഞ്ഞ ദിവസം സ്വർഗം തുറന്ന് 40 ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ ഇവൻ ഇത് കേട്ടിട്ടുണ്ടാകാം, ആണോ? എന്നാൽ ഗലീലയാണ്, കഫർനഹൂമാണ്, ഏകദേശം കിലോമീറ്ററുകൾ ദൂരമുണ്ട്. ഇവിടെ നാല് യോർദാനിലേക്ക് പോയിട്ടുമില്ല, ഇത് കേട്ടിട്ടുമില്ല. പിന്നെ എങ്ങനെ നിനക്ക് മനസ്സിലായി ഈ വന്നിരിക്കുന്നവൻ യോസേഫിന്റെ DNA യിലുള്ളതല്ല, ഇവൻ ഏലോഹീമിന്റെ DNA ആണെന്ന്? നീ ആര് എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് അടുത്ത പദം അവൻ തന്നെ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ അമ്പോ, ഈ സിനഗോഗിൽ ഇരിക്കുന്ന ഭൂതത്തിന് എന്നാ റെവലേഷനാ വാസേ. യേശു ഒരിടത്തും ചെന്ന് പറഞ്ഞില്ല, യോർദാന്റെ കരയിൽ നിന്ന് ഞാൻ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് വന്നിരിക്കുകയാണ്, എന്നെ ഇനി യോസേഫിന്റെ മോനെ, യോസേഫിന്റെ മോനെ എന്ന് വിളിക്കരുത്, സൺ ഓഫ് മേരി, മേരിയുടെ മോനെ എന്ന് വിളിക്കരുത്. ഓർക്കുന്നില്ലയോ, യോർദാന്റെ കരയിൽ വെച്ചിട്ട് എൻ്റെ അപ്പൻ സ്വർഗം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ യഹോവയുടെ പുത്രനാണെന്ന്. ഹി ഡസന്റ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. അവനെ തന്നെ പരിചയപ്പെടുത്തിയില്ല. അവൻ ആരും അറിയാത്തതുപോലെ മര്യാദയ്ക്ക് ആരോടും ഒന്നും മിണ്ടാതെ അവിടെ പോയി നിന്നതേ ഉള്ളൂ. അവനെ കണ്ടപ്പോൾ ഇരുട്ടിൻ്റെ ദുരാത്മാക്കൾക്ക് കാര്യം മനസ്സിലായി. ഈ വന്നിരിക്കുന്നത് യോസേഫിൻ്റെയോ മറിയയുടെയോ രക്തത്തിൽ നിന്ന് ജനിച്ച സാധാരണക്കാരനായ യേശുവല്ല, ഇവൻ്റെ മേൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് ഞങ്ങളെ ഉന്മൂലനാശം നഴിക്കാനുള്ള അധികാരമുള്ള ഒന്ന് ഇവൻ്റെ മേലുണ്ട്. ഇവൻ അത്യുന്നതന്റെ പുത്രനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരു നാളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം പറയാം. പണ്ടൊരു നാളിൽ ഞാൻ അഭിഷേകമൊക്കെ പ്രാപിച്ച് ചില കൃപാവരങ്ങളൊക്കെ പ്രാപിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ ആരെങ്കിലും അതൊക്കെ പറഞ്ഞ് വിളിക്കണമെന്നും അതൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യണമെന്നും. എന്നാൽ അന്ന് ആരും അങ്ങനെ അഭിസംബോധന ചെയ്തില്ല. പിന്നീട് ഒരു കാലമത്തെ കർത്താവ് അത് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആരും ദൂത് കേൾക്കാൻ വിളിക്കരുതേ എന്നാണ്. ആരും എന്നെ പ്രവാചകനായി കണക്കാക്കരുതേ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഞാൻ എന്തിനത് പറഞ്ഞു എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ ഉള്ളിലിട്ടതിനെ ദൈവം തന്നെ തെളിയിക്കുന്ന ഒരു സമയമുണ്ട്. ഈ ഹോളിനകത്ത് ഇപ്പോൾ നിങ്ങൾ പ്രാപിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പോസ്റ്റർ അടിച്ച് ആരോടും പറയണ്ട. നിങ്ങൾ വട്ടപ്പാറയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ വഴിവക്കിൽ നിൽക്കുന്ന ദുരാത്മാക്കൾ നിന്റെ നേരെ നോക്കി വിളിച്ചു പറയും, ഓ, നീ ഒരു സാധാരണക്കാരനല്ല, നീ ഒരു അസാധാരണക്കാരനാണ്, നീ വന്നാൽ ഞങ്ങളുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2021 20 ആണെന്ന് തോന്നുന്നു, എന്നെ മൂന്നാറിലുള്ള ഒരു സഭ അവിടെ ഒരു 3 ദിവസത്തെ ഇന്നർ ഹീലിംഗ് കോൺഫറൻസ് എടുക്കാൻ വേണ്ടി വിളിച്ചു. 3 ദിവസത്തെ ഇന്നർ ഹീലിംഗ് കോൺഫറൻസ് എടുക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ഞാൻ ആ ഇന്നർ ഹീലിംഗ് കോൺഫറൻസിന് അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. മൂന്നാർ എന്ന് പറയുമ്പോൾ ഒത്തിരി തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ള കുറച്ച് ആദിവാസി ഊരിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു ചെറിയ സഭയാണത്. അങ്ങനെ നമ്മുടെ ഇന്നർ ഹീലിംഗ് കോൺഫറൻസിന് ധാരാളം ആൾക്കാർ അവിടെ നിന്നൊക്കെ വന്നുകൂടി. ഞാൻ 1-ാമത്തെ ദിവസം വചനം പറഞ്ഞു, 2-ാമത്തെ ദിവസം വചനം പറഞ്ഞു. 3-ാമത്തെ പകലിലായ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ചിലരുടെ ഹൃദയങ്ങൾ സൗഖ്യമാക്കുകയും ദൈവാത്മാവിൻ്റെ നേരിട്ടുള്ള ചില പരിപാടികൾ അവിടെ നടക്കുകയും ചെയ്ത സമയത്ത് അതിനകത്ത് വന്നിരുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് ഒരു ദുരാത്മാവ് അങ്ങ് വെളിപ്പെട്ടു. ദുരാത്മാവ് വെളിപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് ആവസിക്കുന്ന രക്തചാമുണ്ടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് ചാമുണ്ടിയാണേലും കുഴപ്പമില്ല, ഒരൊറ്റ മിനിറ്റ് പോലും നിനക്ക് തരത്തില്ല, 3 സെക്കൻഡിനുള്ളിൽ ഇത് വിട്ടുപോക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ കുഴഞ്ഞു വീണു. അത് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയി. വൈകിട്ടത്തെ സെഷനും കഴിഞ്ഞു, ഫുഡും കഴിച്ചു. എന്നെ അവർ തിരിച്ച് സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കി. ഞാൻ തിരിച്ച് അടുത്ത വണ്ടി എടുത്ത് നാട്ടിൽ വന്നു. ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും
എന്നെ അവിടുത്തെ പാസ്റ്റർ ഫോൺ ചെയ്യും, 3-4 ദിവസമല്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ അവിടുത്തെ പാസ്റ്റർ ഫോൺ ചെയ്യുകയാണ്. പാസ്റ്റർ എന്നോട് ഫോൺ ചെയ്തിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പാസ്റ്റർ അറിഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. അയ്യോ, പാസ്റ്റർ വന്നുപോയതിന് ശേഷം ഭയങ്കര ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, ആണോ? ഒത്തിരി സന്തോഷം, ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഫീഡ്ബാക്ക് ഉള്ളതിനാൽ സന്തോഷിക്കുന്നു. ഉടനെ പുള്ളി ഒരു കാര്യം പറഞ്ഞു: പാസ്റ്റർ വാട്സപ്പ് ഒന്ന് നോക്കാവോ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. നോക്കുന്ന സമയത്ത് ചർച്ചിൻ്റെ ഫ്രണ്ടിലൊരു 10-12 അടി നീളമുള്ള ഒരു വലിയ പ്ലക്കാർഡ്, ഒരു പോസ്റ്റർ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയേക്കുവാണ്. അപ്പോൾ ഞാനതിനെ സൂം ചെയ്ത് വായിച്ചു നോക്കിയപ്പോൾ പുനഃപ്രതിഷ്ഠാ മഹോത്സവം. ഞാൻ പറഞ്ഞു, കൊള്ളാമല്ലോ കാര്യപരിപാടി. ഉടനെ താഴെ എഴുതിയിരിക്കുകയാണ്: എല്ലാ ആണ്ടിലും രക്തബലി നടക്കുന്ന രക്തചാമുണ്ടിയുടെ കുലക്ഷേത്രത്തിനകത്ത് നിന്ന് ചാമുണ്ടി എങ്ങോട്ടോ ഇറങ്ങിപ്പോയത് കൊണ്ട് അവിടെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ഉടനെ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർക്ക് ഓർമ്മയില്ലയോ? പാസ് അന്ന് ഇവിടെ വന്നൊരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ആ സാധനം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന്. ആ ദേവാലയം സ്ഥാപിക്കപ്പെട്ടതിന് ഇതുവരെയും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എല്ലാ ആണ്ടിലും വഴിപാട് നടത്തി 6 മാസം വരെ വളർത്തിയെടുക്കുന്ന കറുത്ത ആടിനെ അറുക്കുന്ന ആദിവാസി ഊരിനകത്ത് നടക്കുന്ന ഇത്രയും വലിയ ബൃഹത്തായ ഒരു കാര്യപരിപാടി അവിടെ പുനഃപ്രതിഷ്ഠ സംഭവിച്ചു. അവിടുത്തെ ദേവി ഇറങ്ങിപ്പോയി എന്നത് കണ്ടപ്പോൾ അവിടുത്തെ പാസ്റ്റർക്ക് അത് അവിശ്വസനീയമായും തോന്നി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഈ എഴുതിയിരിക്കുന്നതൊന്നും ചുമ്മാ പ്രസംഗിച്ച് നടക്കാനുള്ളതല്ല. ആരും ആമേൻ പറഞ്ഞില്ല. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതൊന്നും കേട്ട് കൈയടിച്ചു പോകാനുള്ളതല്ല. അത് വട്ടപ്പാറയിലും തിരുവനന്തപുരത്തും നിങ്ങളിലൂടെ അന്ന് എഫെസോസിലെ അർത്തമീസിന്റെ കൂടാരത്തെ അവൻ ഇളക്കാൻ പറ്റിയെങ്കിൽ ഇന്ന് അതേ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് നീ നടന്നാലും ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ചലിക്കാൻ തുടങ്ങും, ഇളകാൻ തുടങ്ങും, വിട്ടുമാറാൻ തുടങ്ങും. അവർക്ക് ഇരിപ്പുറയ്ക്കാൻ കഴിയാതെ അവർ നെട്ടോട്ടം ഓടാൻ തുടങ്ങും. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ ആ ഭാഗത്തിലേക്ക് തിരിച്ചു വരുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു, നീ ആര്? ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. ഇത്രയും സംഭവം അവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, എന്നാൽ നീ 2 കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോളൂ. എനിക്ക് അസാധാരണമായ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാനാണ് വഴി, ഞാനാണ് താക്കോല്, ആൽഫയും ഒമേഗയും ഞാനാണ് എന്നും കൂടെ എന്നല്ല യേശു പറഞ്ഞത്. യേശുവിനോട് പറഞ്ഞത്, ഷട്ട് അപ്പ്, മിണ്ടരുത്, അവനെ വിട്ടു പോവുക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. യേശു പറഞ്ഞു, അവൻ നിലത്തു വീണു, അവന് ശാരീരികമായി ഒരു കേടുപാടും സംഭവിച്ചില്ല, ഭൂതം അവനെ വിട്ടുപോയി. ഇനിയാണ് നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട വെളിപ്പാടിലേക്ക് നമ്മൾ വരുന്നത്. വാക്യം 36. എല്ലാവർക്കും എന്തുണ്ടായി? വിസ്മയമുണ്ടായി. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം, ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവിനോടല്ല പറഞ്ഞത്, അവിടെ ഇരിക്കുന്ന യഹൂദന്മാർ തമ്മിൽ പറയുകയാണ്, ഇതെന്താ ഇത്? എന്താണ്? അവർ തമ്മിൽ ചോദിക്കുകയാണ്, വാട്ട് ദിസ് ഈസ്, വാട്ട് കൈൻഡ് ഓഫ് തിങ് ഇറ്റ് ഈസ്? ഇതെന്താ? ആമേൻ. ഇതെന്താ? ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഇതിനു മുമ്പ് ഈ സിനഗോഗിനകത്ത് കണ്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഉണർവ്, ഇങ്ങനത്തെ ഒരു അഭിഷേകം, ഇങ്ങനത്തെ ഒരു പകർച്ച, ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷ ഞങ്ങൾ എങ്ങും കണ്ടിട്ടില്ല. ഓ, ആത്മാവ് നിന്റെ മേലിരിക്കുന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ ചിലത്, ആരും ചെയ്തിട്ടില്ലാത്ത ചിലത്, എങ്ങും കണ്ടിട്ടില്ലാത്ത ചിലത് നിന്നിലൂടെ സംഭവിക്കും. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുകയാണ്. ഈ രാത്രി കർത്താവ് നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ആരൊക്കെയോ ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാനല്ല. ഇല്ല, എൻ്റെ കൂടെ ആ ഒരു ഫെയ്ത്ത് ഉള്ളവർ മാത്രം ആമേൻ പറഞ്ഞാൽ മതി. എന്നെ പോലെ ചെയ്യാനല്ല, ബിനുപാഷ പോലെ ചെയ്യാനല്ല,
വേറെ ആരുടെയെങ്കിലും പോലെ ചെയ്യാനല്ല, ആരും ചെയ്തിട്ടില്ലാത്ത ചിലത് ചെയ്യാൻ, ആരിലൂടെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ചിലത് വെളിപ്പെടുത്താൻ ദൈവാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓ, എൻ്റെ കൂടെ അതിന് അങ്ങനെ ആമേൻ പറയുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ തന്നെ കർത്താവ് നിങ്ങളുടെ മേൽ അൺയൂഷ്വലായ സംതിങ് അൺയൂഷ്വൽ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് കാണിക്കുന്ന കാഴ്ച, ഇപ്പോൾ ഇതിനകത്ത് വ്യത്യസ്ത തരമായ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് കണ്ടിരിക്കുന്നവരെ കർത്താവ് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ഒരു തൈലക്കൊമ്പുമായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഹോളിനകത്ത് കൂടെ നടക്കുകയാണ്. അവര് ഈ തലമുറയിൽ ചില പ്രവാചകന്മാരെ വേണം, ചില പ്രവാചകിമാരെ വേണം, ചില വീര്യപ്രവർത്തിക്കാരെ വേണം. ഫിലിപ്പോസിനെ പോലെ പറന്നു പോകുന്ന ചിലരെ വേണം. ഓ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. നിങ്ങൾ ഇരിക്കുന്ന കസേരയിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വന്നിട്ട് അൺയൂഷ്വലായ ചിലത് ചെയ്യാൻ, ആരും ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകളുമായിട്ട് ഓ പുറത്തു വരികയാ, പുറത്തു വരികയാണ്. ഒരാഴ്ച മുതൽ മറ്റേ ആഴ്ച വരെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൺട്രോൾ എടുക്കുന്നു. Thank you, Holy Spirit. സിനഗോഗിനകത്ത് കൂടിയിരിക്കുന്ന സകല യഹൂദന്മാരും തമ്മിൽ ചോദിക്കുകയാണ്, ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അടുത്തിരിക്കുന്ന ആൾ നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താ ഇത്? അവൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അടുത്തിരിക്കുന്നവൻ മറ്റൊരുത്തനെ തോണ്ടിയിട്ട് ചോദിച്ചു, എന്താ ഈ സംഭവിക്കുന്നത്? അവൻ പറഞ്ഞു, ഞങ്ങൾക്കും അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചരിത്രം പരിശോധിക്കാം. മോശ എന്നെങ്കിലും തൻ്റെ വായ കൊണ്ട് കൽപ്പിച്ചപ്പോൾ ഭൂതം ഇറങ്ങിപ്പോയിട്ടുണ്ടോ? അവർ നോക്കി, പഞ്ചഗ്രന്ഥങ്ങളിൽ എങ്ങുമില്ല. യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിശുദ്ധൻ, ഏറ്റവും വലിയ ദൈവപുരുഷൻ ആരാ? മോശ. മോശ ചെയ്തിട്ടില്ല ഇത്. മോശ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. നീ അംഗീകരിക്കണ്ടെന്നേ. വിമർശിക്കുന്നവൻ വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ, പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ അപ്പച്ചന്മാരത് ചെയ്യാത്തത് കൊണ്ട് ഇത് പുതിയത് ആരംഭിക്കുന്ന സമയമാ. ഇത് ഫ്രഷ് അനോയിന്റിങ്ങിന്റെ സീസണാ. ഇത് പുതിയ ചിലത് ദൈവസഭയിൽ വെളിപ്പെടുന്ന സമയമാണ്. ഓ മാഖേല ബർഹ. എനിക്കറിയത്തില്ല പരിപുരുഷനെ, ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേൽ ഇങ്ങനൊരു വാക്കിടുകയാണ്. CGI പ്രയർ സെന്ററിന്റെ ഈ ഹോളിനകത്ത് കേരളക്കരയിൽ ആരും കണ്ടിട്ടില്ലാത്ത ചിലത് സംഭവിക്കും. വിശ്വസിക്കാൻ തയ്യാറുള്ളവർ മാത്രമേ പറഞ്ഞാൽ മതി. ഈ ഹോളിനകത്ത് തിരുവനന്തപുരത്ത് എങ്ങും സംഭവിക്കാത്ത ചിലത് സംഭവിക്കും. വീൽ ചെയറുകളിൽ നിന്ന് ആൾക്കാർ എഴുന്നേൽക്കും. ശവപ്പെട്ടികൾ തുറന്ന് ഇതിനകത്തുനിന്ന് ജനങ്ങളെ നിങ്ങൾ എഴുന്നേൽപ്പിച്ചു വിടും. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾക്ക് ആ ഒരു ഫെയ്ത്ത് ഇല്ല. വിശ്വാസം ഉണ്ടേലാമേ പറഞ്ഞാൽ മതിയെന്നേ. ആരോ ചെയ്യുന്നത് ചെയ്യാനല്ല, 2024 ദൈവസഭയിൽ ഇന്നുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചിലത് ചെയ്യാൻ കർത്താവ് നിങ്ങൾ ഇതിനകത്താക്കി വച്ചിരിക്കുന്നുവെങ്കിൽ അത് തന്നെ നിങ്ങളിൽ സംഭവിക്കുമെന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മേൽ പ്രവചിക്കുന്നു. യഹൂദന്മാർ തമ്മിൽ ചോദിക്കുക, മോശ ചെയ്തിട്ടുണ്ടോ? ഇല്ല.
യോശുവ ചെയ്തിട്ടുണ്ടോ? അവരും ചെയ്തിട്ടില്ല. പ്രവാചകന്മാരാരെങ്കിലും? ആരും ചെയ്തിട്ടില്ല. ആരും ചെയ്തിട്ടില്ലാത്തത് കണ്ണിന് മുമ്പിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാണുന്നത്? അവനൊരു വാക്ക് പറയുമ്പോൾ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ദുരാത്മാവ് അവനെ വിട്ടു മാറുന്നു. അവർ തമ്മി ചോദിച്ചു, എന്ത് തരം അധികാരമായത്? എന്ത് തരം ശക്തിയായത്? അവർ ചോദിക്കുന്നു, ഇത് എന്ത് അധികാരമാ? ഇത് എന്ത് ശക്തിയാ? ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു അധികാരം ഇപ്പോൾ യേശുവിൻ്റെ വായ്ക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആ അധികാരത്തിന്റെ പേരെന്താണെന്നറിയാമോ? എക്സൂസിയ. എന്താ അധികാരത്തിന്റെ പേര്? എക്സൂസിയ. വേദപുസ്തകത്തിൽ ഈ വേദഭാഗത്ത് എഴുതിയിരിക്കുന്ന യവനായ ഭാഷയാണ് ഞാൻ പറഞ്ഞത്, എക്സൂസിയ, വിച്ച് മീൻസ് അതോറിറ്റി. എൻ്റെ കൂടെ ആ വാക്കൊന്ന് ചേർന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ, എക്സൂസിയ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എക്സൂസിയ. എൻ്റെ കൂടെ ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞേ. പോരെ, എല്ലാവരും പറഞ്ഞില്ല. എക്സൂസിയ. അപ്പൊ ഇനി ആരെങ്കിലും നിങ്ങളോട് വന്ന് എന്താ എക്സൂസിയ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയണം? നശിപ്പിക്കാൻ വരെ കഴിവുള്ളൊരു അധികാരം. ഇരുട്ടിനെയും ഇരുട്ടിന്റെ ലോകത്തെയും കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ്, അവകാശം, അധികാരം, അതിന്റെ പേരാണ് എക്സൂസിയ. The supreme power, the pre-approved authority. ആമേൻ. ഇത് ആരുടെ മേലുണ്ടായിരുന്നു? യേശുവിൻ്റെ മേലുണ്ടായിരുന്നു. ആമേൻ. ആരുടെ മേലുണ്ടായിരുന്നു? യേശുവിൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം, 30 വയസ്സിന് മുമ്പ് യേശു എവിടെല്ലാം പോയി? യേശു ഈ കഫർനഹൂമിലെ പള്ളിയിൽ വന്നില്ലേ? അന്നും ഈ ഭൂതബാധിതനായ മനുഷ്യൻ അവിടെ ഇല്ലേ? അന്നും ഈ കൂനിയായ സ്ത്രീ ആ പള്ളിക്കകത്തില്ലേ? ഇല്ലേ? ഉണ്ട്. അന്ന് യേശു യെശയ്യാ പ്രവാചകന്റെ ചുരുൾ നിവർത്തിയും എഗസ്കേലിന്റെ ചുരുളിൽ നിന്ന് സംസാരിച്ചപ്പോഴും വ്യാപരിക്കാത്തത് എന്താ? അനന്തരം അവൻ വന്നപ്പോൾ വ്യാപരിച്ചത്. സീക്രട്ട് മനസ്സിലായവർക്കായി സ്തോത്രം. സീക്രട്ട് മനസ്സിലായവർക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ വന്ന് പ്രസംഗിച്ചത് നസ്രയത്തിലെ യോസെഫിന്റെ മകനായ യേശു ആയിരുന്നെങ്കിൽ, ഇപ്പോ വന്നു നിന്ന് പ്രസംഗിക്കുന്നവന്റെ മുകളിൽ പരിശുദ്ധാത്മാവുണ്ട്. He has the Holy Spirit now. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടേ. ഇത് നസ്രയത്തിലെ 30 വയസ്സുള്ള യേശുവിന്റെ മിടുക്കല്ല. ഇത് യോസെഫിന്റെ മകനായ യേശുവിന്റെ മിടുക്കല്ല. ഇത് യഹോവയുടെ പുത്രനായ യേശു നിൽക്കുന്നത് കൊണ്ടുമല്ല, അവന്റെ മേൽ ഇറങ്ങി വന്നിരിക്കുന്ന ഹോളി സ്പിരിറ്റിൻ്റെതാണ്. ഈ അധികാരം അവന് കിട്ടിയത് യോർദാന്റെ കരയെന്നാ. ഈ അധികാരം അവന് കിട്ടിയത് അഭിഷേകത്തിനകത്ത് നിന്നാ. ഈ അധികാരം അവന്റെ മേൽ വന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ മേൽ എന്തു വരും? ഉറക്കെ പറ. എന്തു വരും? എന്തു വരും? എക്സൂസിയ വരും. അധികാരം വരും. അധികാരമില്ലാതെ പരിശുദ്ധാത്മാവുമില്ല, പരിശുദ്ധാത്മാവില്ലാതെ അധികാരവുമില്ല. ബ്രദറെ, എനിക്ക് എക്സൂസിയ വേണ്ട, പിന്നെന്തോ വേണം? എനിക്ക് ഹോളി സ്പിരിറ്റിനെ മാത്രം മതി. ഇമ്പോസിബിൾ. സോറി ആൻറ്റി, വീട്ടിൽ പോകാം. ബ്രദറെ,
എനിക്ക് ഇരുട്ടിനെ ഒന്നും കെട്ടാനും വയ്യ, പിശാചിനെ പിടിച്ചടക്കാൻ വയ്യ, എനിക്ക് രോഗത്തെ ബന്ധിക്കാൻ വയ്യ, എനിക്ക് അധികാരമൊന്നും വേണ്ട, എനിക്ക് അന്യഭാഷ പറയാൻ പറ്റുന്ന അളവിൽ ഇച്ചിരി പരിശുദ്ധാത്മാവിനെ. സോറി സിസ്റ്ററെ, അങ്ങനൊരു പരിപാടി ഞങ്ങൾക്കില്ല. യു ക്യാൻ ഗോ. നീ ആത്മാവിനെ ചോദിക്കുന്നെങ്കിൽ, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ മേൽ കിടക്കുന്ന അതേ എക്സൂസിയ അവൻ്റെ കൂടെ നിന്റെ മേലും വരും. ദൈവാത്മാവിൽ നിന്ന് അധികാരത്തെ വിച്ഛേദിച്ചു മാറ്റാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടോ, അവന്റെ അതോറിറ്റി നിന്റെ മേലുണ്ട്. എന്റെ കൂടെ ഒന്ന് ഉറക്കെ പറയാവോ? If I have the Holy Spirit, I have the authority to do. എൻ്റെ മേൽ അധികാരം ഉണ്ടെങ്കിൽ എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ എൻ്റെ മേൽ അധികാരമുണ്ട്. ആമേൻ. അങ്ങനെ നീ പരിശുദ്ധാത്മാവുള്ളവനാണ് എങ്കിൽ, അങ്ങനെ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ മേൽ കിടന്ന അധികാരം അവൻ്റെ വാക്കിലൂടെ അന്തരീക്ഷത്തിനകത്തോട്ട് അങ്ങ് വ്യാപരിച്ചപ്പോൾ അത് കേട്ടവൻ്റെ ഉള്ളിലിരുന്ന ദുരാത്മാവ് എക്സ്ക്യൂസ് പറഞ്ഞോ? ഞാൻ പോകില്ല എന്ന് പറഞ്ഞു തുള്ളിയോ? കമോൺ, ബി സിമ്പിൾ. നമ്മൾ വലിയ സീരിയസ് ഒന്നും ആവണ്ട. അയ്യോ, എന്നെ വിട്ടിരിക്കുന്ന ഉദ്ദേശമില്ലാതെ ഞാൻ മടങ്ങിപ്പോകത്തില്ല, വിടത്തില്ല എന്ന് പറഞ്ഞോ? അവനൊരൊറ്റ അക്ഷരം മിണ്ടിയില്ല. മിണ്ടരുത്, അവനെ വിട്ടുപോ. കുഴഞ്ഞു വീഴുന്നു പോകുന്നു. ഒരക്ഷരം മിണ്ടിയില്ല. എന്താ മിണ്ടാത്തെ? ഇനി വല്ലതും മിണ്ടിയാൽ യവൻ എന്നെ നശിപ്പിച്ചു കളഞ്ഞാലോ? That kind of authority he has. എന്തെങ്കിലും ഒരു മറുവാക്ക് പറഞ്ഞ ഇവനെ നശിപ്പിച്ചു കളഞ്ഞാലോ? ഹല്ലേലൂയ. യേശു വാക്കു പറഞ്ഞപ്പോൾ അവിടെ ദുരാത്മാവ് അവനെ വിട്ട് മാറിപ്പോയി. ഇതിനകത്തുനിന്ന് ഞാനൊരു താക്കോൽ ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എന്നിലൂടെ തരുന്നൊരു കീ, ഒരു താക്കോൽ, ഒരു രഹസ്യം, ഒരു മർമ്മം പറഞ്ഞുതരാം. എന്നറിയാമോ? അധികാരം എന്നത് ഇതുപോലെ മേശയ്ക്കകത്ത് ഫ്രെയിം ചെയ്ത് വെക്കാനുള്ള ഒന്നല്ല. അധികാരം എന്നത് ഡയറിക്കകത്ത് എൻ്റെ മേൽ അധികാരം ഉണ്ടെന്ന് എഴുതി വെക്കാനുള്ളതല്ല. അധികാരം എന്നത് ഉപയോഗിക്കാനുള്ളതാണ്. എങ്ങനെ അധികാരം ഉപയോഗിക്കുന്ന ബ്രദറെ? യേശു എങ്ങനെ ഉപയോഗിച്ച അതുപോലെ ഉപയോഗിച്ചാൽ മതി. അതിന് യേശു എങ്ങനെ ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ലയോ? യേശു അവനോട് എന്താ പറഞ്ഞത്? വെള്ളം തളിച്ചോ, തൂവാലയിട്ടോ, കൈവച്ചോ? കൈവച്ചോ? ഇല്ല. കാലുകൊണ്ട് ചവിട്ടിയോ? എന്ത് മോഡസ് ഓപ്പറാൻഡി അല്ലെങ്കിൽ എന്ത് പ്രവർത്തന തത്വമാണ് യേശു അവിടെ ഉപയോഗിച്ചത്? അവൻ വെറുതെ പറഞ്ഞു. അധികാരമുള്ളവന്റെ വാക്കിലൂടെയാണ് അധികാരം ചലിക്കുന്നത്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കിനെ എതിർക്കാൻ കഴിയാതെ ആത്മലോകം മുഴുവൻ നിനക്ക് കീഴ്പ്പെടുന്നതൊന്ന്, അതുപോലത്തെ ഒന്നാണ് നിങ്ങളുടെ ആധരങ്ങളിൽ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്നത്. ഓ ഓ ഓ ഓ പിതാവേ, ഈ മിനിറ്റിൽ ഈ ജനത്തിന്റെ മേൽ അധികാരത്തെ ആക്ടിവേറ്റ് ചെയ്യുക. I am activating the authority. നാവിന്റെ മേൽ അധികാരത്തെ ഞാൻ പകരുന്നു. Yes, yes, yes. നിങ്ങളുടെ നാവിന്റെ മേൽ അത് വീണിട്ടുണ്ട്. നിന്റെ ആധരങ്ങളുടെ മേൽ അധികാരം വ്യാപരിക്കും. നീ പറഞ്ഞാൽ ആകാശമടയും.
എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് ഉറപ്പോടെ കരമുയർത്തി പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലെ എക്സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ ബ്രദറെ ഞാനത് കാണാത്തത്? എന്തുകൊണ്ടാ പാസ്റ്ററെ ഞാനത് കാണാത്തത്? ഇന്നു വരെ നിങ്ങളത് പറഞ്ഞിട്ടില്ല. പറ പറ. ഇന്ന് ഈ അന്തരീക്ഷത്തിനകത്ത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, നിങ്ങളുടെ ആധരങ്ങളുടെ മേൽ യേശുവിൻ്റെ മേലുണ്ടായിരുന്ന എക്സൂസയുടെ ആക്ടിവേഷൻ സംഭവിച്ചു കഴിഞ്ഞു. നീ പറഞ്ഞാൽ ഇരുട്ടും അന്ധകാരവും അവന്റെ രാജ്യവും നിന്റെ വാക്കിന് മുമ്പിൽ കീഴടങ്ങും. അങ്ങനെ ഒന്ന് ഇപ്പോൾ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് പകരുന്നു. Take it. Take it. Lekete si bahatoloro. Me baba baba shapalare. Wa nebralos manat albara halkeni antora mahasbeata. Mebe kamonia saten manada raswahaya. Ha 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 ha. Matal brahaskaratra. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടെ ഈ 4 സുവിശേഷങ്ങളും ഒന്ന് പഠിച്ചു വെച്ച് നോക്കണം. യേശു എന്ത് ചെയ്യുമ്പോഴും, യേശുവിൻ്റെ അത്ഭുതങ്ങൾ എന്ത് സംഭവിക്കുമ്പോഴും യേശു ഉപയോഗിക്കുന്ന ഏക താക്കോൽ എന്താണെന്നറിയോ ഭാഷേ? ഹി കമാൻഡഡ്. അവൻ കൽപ്പിച്ചാറേ, അവൻ പറഞ്ഞാറേ, അവൻ അതിനോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചപ്പോൾ എന്താ 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 യേശു ചെയ്തേക്കുന്നത്? അവൻ പറഞ്ഞു, അവർ അനുസരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരാത്മാക്കൾ മാത്രമല്ല കേട്ടോ നിന്റെ അധികാരത്തിന്റെ കീഴിലുള്ളത്. നിനക്ക് സാഹചര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. You can take control over the situations also. ഈ എക്സൂസിയയുടെ ഒരു പവർ എന്നാണെന്നറിയാവോ? ഇത് ഭൂതത്തെ ഇളക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇത് ദുരാത്മാവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇത് ചില സാഹചര്യങ്ങളെ കൂടെ നിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരും. ഞാനൊരു വചനമെടുത്ത് നിങ്ങൾക്ക് വേഗത്തിൽ അതൊരു തെളിവായിട്ട് തരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വെട്ടെന്നെടുത്തേ. ലൂക്കോസ് 5:5. എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം എന്നുത്തരം പറഞ്ഞു. വിശദീകരിക്കണ്ടല്ലോ. ശരി, കഫർന്നഹൂമിലെ ഈ കാര്യപരിപാടിയെല്ലാം കഴിഞ്ഞ് ഒത്തിരി പേരെ സൗഖ്യമാക്കിയതിന് ശേഷം യേശു ഗലീലയിലൂടെ നടക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന ശിമോനെയും അന്ത്രയോസിനെയും കാണുന്നു. അവരുടെ കുടുംബത്തിൽ നാളുകളായി പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തെ യേശു കാണുന്നു. എന്തിനെ കാണുകയാണ്? ദാരിദ്ര്യത്തെ കാണുന്നു. പടക് മുഴുവൻ ശൂന്യത കാണുന്നു. ഇനി ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും കഴുകിക്കൊണ്ടിരിക്കുന്നു എന്നും 2 ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. എങ്കിലും എനിക്കിഷ്ടം വല നന്നാക്കുന്നു എന്നത് വായിക്കാനാണ്. കാര്യം ഈ രാവിലെയൊക്കെ ബീച്ച് സൈഡിൽ പോയി നോക്കണം. ഈ മത്സ്യബന്ധന തൊഴിലാളികൾ ഈ വലയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ ഈ വലയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുരുങ്ങി കുറേ പൊട്ടും. എന്നിട്ട് ഇവരെന്നാ ചെയ്യുന്നറിയാം? അപ്പോൾ മീനെല്ലാം എടുത്തു മാറ്റിയിട്ട് പരത്തിയിട്ട് ഉണക്കിയതിന് ശേഷം പുതിയ നൂല് കൊണ്ട് ഇതെന്ത് ചെയ്യും? കെട്ടും. എന്തിനാ കെട്ടുന്നതെന്നറിയാമോ? തകർന്നു പോയതിനെ എങ്ങനെയെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്തെടുക്കുക. പുതിയത് മേടിക്കാനുള്ള വരുമാനമോ കാശോ ഇല്ല, അതിന് വലിയ തുകയാണ്. അതുകൊണ്ട് ഇന്നലകളിലെ തകർച്ചകളെ എങ്ങനെയെങ്കിലുമൊക്കെ തുന്നിക്കെട്ടി വെച്ചുകൊണ്ടിരിക്കുക. യേശു വന്ന് നോക്കുമ്പോൾ പടക് ശൂന്യം, പത്രോസിൻ്റെ പേഴ്സ് ശൂന്യം, അന്ത്രയോസിൻ്റെ കുടുംബത്തിനകത്ത് ദാരിദ്ര്യം. ഇവർ 2 പേരും 9 പൈസയ്ക്ക് ഗതിയില്ലാതെ അട്ടർ പോവർട്ടിക്കകത്ത് കിടക്കുക. ആമേൻ. നേരത്തെ പള്ളിക്കകത്ത് ദുരാത്മാവ് ബാധിച്ച മനുഷ്യനായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷനാ. മനസ്സിലായില്ല? ഇതിപ്പോൾ ഒരു സാഹചര്യമാണ്, ഒരു വീടിൻ്റെ അന്തരീക്ഷമാ. പക്ഷെ യേശു കണ്ടത് ദാരിദ്ര്യം പിടിച്ച പത്രോസിനെ അല്ല, അവനെ ദരിദ്രനാക്കിയിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ ദുരാത്മാവിനെയാ.
യേശു അവിടെ നിന്ന് പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് യേശുവിന് അടുത്ത വാക്കിങ്ങനെയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, മത്സ്യബന്ധനത്തിന് വല ഇറക്ക്. പത്രോസ് പറയുന്നു, വല കെട്ടിയിട്ടില്ല നാഥാ, വല കെട്ടിയിട്ടില്ല. കണ്ണി പൊട്ടിയ വലയ്ക്കകത്ത് മീൻ കുടുങ്ങുവോ? ബുദ്ധിയുള്ളല്ലോ നിങ്ങൾക്ക്, പറ. കണ്ണി പൊട്ടിപ്പോയ അരിപ്പയിൽ നിങ്ങൾ ആരെങ്കിലും ചായ അരിക്കുവോ? സെയിം ലോജിക്. കണ്ണി പൊട്ടിപ്പോയ വലയിൽ മീൻ പിടിക്കാൻ പറ്റുമോ? ഇനി ആഴക്കടലിൽ ചെന്ന് ഞങ്ങൾ രാത്രി മുഴുവൻ പിടിച്ചിട്ടും കിട്ടിയില്ല, പക്ഷെ ഈ കരയിൽ നമുക്കത് പിടിക്കാൻ കഴിയുമോ? പക്ഷെ പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിന്, ആരുടെ വാക്കിന്? അധികാരമുള്ളവന്റെ വാക്കിന്, എക്സൂസിയ വഹിക്കുന്നവന്റെ വാക്കിന് ഞങ്ങൾ ഇറക്കാം. പിന്നെ അങ്ങോട്ട് സംഭവിച്ച ചരിത്രമാ. അവരിറക്കി, പൊട്ടിപ്പോയ വല നിറയെ മീൻ കുടുങ്ങി, കരയിന്ന് കുടുങ്ങി. പത്രോസിന്റെ പടക്ക് നിറച്ചു, അന്ത്രയോസിന്റെ പടക്ക് നിറച്ചു. എന്നിട്ട് തീരുന്നില്ല, കുറെ വല കീറി വെറുതെ വിട്ട് കളഞ്ഞു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കാലിപ്പടകുകളെ മുഴുവൻ വിളിച്ചു, അതിനകത്ത് മുഴുവൻ നിറച്ചു. ദാരിദ്ര്യമുള്ള നിന്റെ വീടിനകത്തോട്ട് അധികാരമുള്ളവൻ കയറി വന്നു നിന്നിട്ട് അവന്റെ അധികാരത്തിനകത്തൊരു വാക്ക് പറഞ്ഞാൽ ആ സിറ്റുവേഷനെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പരിശുദ്ധാത്മാവ് സമൃദ്ധിയാക്കി മാറ്റും. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന അധികാരം അങ്ങനത്തേതാണ്. നിങ്ങളുടെ അധരങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന അധികാരം അങ്ങനത്തേതാണ്. നിങ്ങൾ പറഞ്ഞാൽ ചില സിറ്റുവേഷനുകൾ മാറും. ഓ, എൻ്റെ കൂടെ എത്ര പേർക്ക് ചേർന്നതിനെ ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ചേർന്നതിനെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്? അധികാരമുള്ളവൻ പടകിനകത്തോട്ട് കാല് കുത്തിയാൽ ദാരിദ്ര്യത്തിൻ്റെ ആ പരമ്പരാഗതമായ ശാപം അവിടെ വെച്ച് മുറിക്കപ്പെടും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ സഭയെ നോക്കി, ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി പ്രവചിക്കട്ടെ. നാളുകളായി നിങ്ങളുടെ പുറകെ നടക്കുന്ന ചിലത്, അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ പ്രവേശിച്ച ചിലത് ഈ രാത്രി മുറിയപ്പെടുകയാണ്. ആ ഡയബറ്റിക്, ആ രോഗം, ആ ദാരിദ്ര്യം, ആ കടബാധ്യത, ആ ഗതി പിടിക്കാത്ത അവസ്ഥ നിന്റെ മേൽ തുടരത്തില്ല. കാരണം നിന്റെ മേൽ അധികാരമുണ്ട്. നീ വായ തുറന്ന് പറയുമ്പോൾ ദാരിദ്ര്യം സമൃദ്ധിയായി മാറും. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു, ചില കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശാപത്തിന്റെ കണ്ണികകൾ ഈ രാത്രി ദൈവാത്മാവ് കട്ട് ചെയ്യുകയാണ്. Yes, Father, in the name of your Son Jesus Christ, I rebuke all the inherited curses upon this church in the name of Jesus. നന്നായിട്ട് പഠിച്ചു, നല്ല കഴിവുണ്ട്, നല്ല സ്കില്ലുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഗതിയും പിടിക്കാൻ പറ്റുന്നില്ല. കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഒരു ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം എന്നാണെന്നറിയാമോ? നിങ്ങളുടെ അപ്പൻ ജീവിച്ച് തീർത്തതുപോലെ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മേൽ ഫോളോ ചെയ്തു വരുന്ന ഒന്നുണ്ടല്ലോ. അന്ത്രയോസിൻ്റെ മേലും പത്രോസിൻ്റെ മേലും പത്രോസിൻ്റെ പടകിൻ്റെ മേലും ഇവൻ നന്നാകത്തില്ല എന്നും, അന്തിപ്പഷ്ണിക്കുള്ളത് മാത്രം സമ്പാദിക്കുന്ന ലെവലിലേ ഇവൻ ജീവിക്കത്തുള്ളൂ എന്നും, ഇവന്റെ ജീവിതം ഗലീലയിലെ കടൽക്കര കൊണ്ട് തീരുവെന്നും ക്ലെയിം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ദാരിദ്ര്യത്തിന്റെ ദുരാത്മാവിനെ അറിയത്തില്ലായിരുന്നു. വന്ന് കയറിയിരിക്കുന്നത് എക്സ്ക്ലൂസീവുള്ളവനാണ്. ഇപ്പോൾ ഈ പടകിലേക്ക് വന്നിരിക്കുന്നത് അധികാരം ചുമക്കുന്നവനാണ്. അവന്റെ കാലൊന്ന് പതിഞ്ഞാൽ, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ ചരിത്രം അവിടം കൊണ്ട് തീരുകയാണ്. എന്നിട്ട് പുതിയതൊന്ന് തുടങ്ങുകയാണ്. പിശാചേ, നീ പദ്ധതിയിട്ട് മറച്ചു വെച്ചിരുന്ന ഏതൊക്കെയോ സാഹചര്യങ്ങൾക്കകത്തേക്ക് ഇതിനകത്ത് നിന്ന് ഒരു കൂട്ടം അഭിഷിക്തന്മാർ ഇറങ്ങി വരുന്നുണ്ട്.
പുതിയ ചില ഹിസ്റ്ററികളെ ആരംഭിക്കാൻ. സ്വീകരിച്ചോ. ഇന്ന് ഈ 4 ചുവരുകൾക്കകത്ത് ദൈവാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യുന്നത് ഈ 4 ചുവരുകൾക്ക് വെളിയിൽ ചിലതിനെ തെളിയിക്കാൻ വേണ്ടിയാണ്. ഇല്ലായ്മയുടെ, ശൂന്യതയുടെ ആ സിറ്റുവേഷനെ തൻ്റെ മേൽ കിടന്ന എക്സൂസിയെ കൊണ്ട് യേശു ഒരൊറ്റ മിനിറ്റിൽ സമൃദ്ധിയാക്കി മാറ്റി. എന്നെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയമുള്ള എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെ ഒരു അനിയൻ എന്ന പോലെ, ക്രിസ്തുവിൽ നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന പോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിലമ്പാടെ വീണ് കർത്താവേ കനിയണമേ, കർത്താവേ തൊടണമേ, അയ്യോ അയ്യോ എന്നുള്ള നിലവിളി ഒന്ന് നിർത്താവോ പ്ലീസ്. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഉയരേണ്ടത് നിലവിളിയല്ല, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഉയരേണ്ടത് കൽപ്പനകളാണ്, ഡിക്ലറേഷൻസ് ആണ്. ഒന്നും ശരിയാകുന്നില്ലേ, ശരിയാക്കണമേ ശരിയാക്കണമേ എന്നല്ല, യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ. പറഞ്ഞു നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. വെറുതെ പറയുന്നതല്ല, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കാണും നിങ്ങളുടെ മേൽ കിടക്കുന്ന അതോറിറ്റി നിങ്ങൾക്ക് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നത്. വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ഞങ്ങൾ ധാരാളം ട്രൈ ചെയ്ത് പരീക്ഷിച്ച് സക്സസ്ഫുൾ ആയിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാരിദ്ര്യത്തിൻ്റെ ആ സിറ്റുവേഷനെ അതോറിറ്റി ഉള്ളവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? എക്സൂസിയ ഉള്ളവന് ചില സിറ്റുവേഷൻസിനെ അവൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ അവിടെ നിന്ന് 1-2 കാര്യങ്ങൾ കൂടെ മുന്നോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള ഫെയ്ത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതോറിറ്റി ഉള്ളവന് എലക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോറിറ്റി ഉള്ളവന് ഈ നാട്ടിൽ എന്ത് നടക്കണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മേലെ അസൂസിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പിശാചിൻ്റെ തന്ത്രങ്ങളല്ല നിങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നത്, നീ പറയുന്ന അതോറിറ്റിയുടെ വാക്കുകളാണ് നിങ്ങൾ നിറവേറപ്പെടാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അങ്ങനെ യേശു എക്സൂസിയയുമായിട്ട് പത്രോസിൻ്റെ പടകിനകത്ത് ചെന്നു. അവൻ സംസാരിച്ചപ്പോൾ ആ സിറ്റുവേഷൻ തൻ്റെ അധികാരത്തിൻ്റെ കീഴിലായി മാറി. വേഗത്തിൽ 2 ഇൻസിഡൻറ്റുകളൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജമ്പ് ചെയ്ത് നമ്മൾ മറ്റൊരു ഭാഗത്തിലേക്ക് അങ്ങ് പോവുകയാണ്. യേശു, ഞാൻ ആ തിരുവെഴുത്ത് എടുക്കാതെ തന്നെ ഞാനതൊന്ന് പറഞ്ഞു വിടാം. ഇത് കഴിഞ്ഞതിന് ശേഷം, പത്രോസിൻ്റെ വലിയ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം യേശു പട്ടണവാതിക്കലേക്ക് പ്രവേശിക്കുമ്പോൾ നയീൻ എന്ന് പറയുന്നൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൻ്റെ എൻട്രൻസ് ഗേറ്റിനകത്തോട്ട് യേശു പ്രവേശിക്കുമ്പോൾ കുറച്ചു പേർ ഒരു ശവമഞ്ചം ചുമന്നുകൊണ്ട് വരികയാണ്. എന്ത് തുറന്നുകൊണ്ട് വരികയാണ്? ശവമഞ്ചം. അതിൻ്റെ തൊട്ടുപുറകെ കരഞ്ഞ് വിലപിച്ചുകൊണ്ടൊരു സ്ത്രീയും വരുന്നുണ്ട്. അവളൊരു വിധവയാണ്, അവളുടെ ഏക മകൻ മരിച്ചു പോയിരിക്കുന്നു. യേശു പട്ടണത്തിനകത്തോട്ട് ചെല്ലുന്നത് വരെ മരണമെന്ന് പറഞ്ഞാൽ അത് അവസാനമാണ്. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് അന്ന് വരെ ആരും കണ്ടിട്ടില്ല. എന്നാൽ യേശു അവിടെ നിന്നപ്പോൾ ശവമഞ്ചം ചുമന്നു വരുന്നവരെ അവൻ പിടിച്ചു നിർത്തി, തടഞ്ഞു നിർത്തി. എന്നിട്ട് ശവമഞ്ചത്തിനകത്ത് കിടക്കുന്ന ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എഴുന്നേൽക്കാൻ. അവൻ എഴുന്നേറ്റ് വർത്തമാനം പറഞ്ഞു, സംസാരിച്ചു തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. അവൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. എങ്ങനാണോ വാക്കുകൊണ്ട് ഭൂതം വിട്ടുപോയപ്പോൾ ഇവർ ഇതെന്തുവാ എന്ന് ആശ്ചര്യപ്പെട്ടതുപോലെ, എങ്ങനാണോ പടക് നിറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആശ്ചര്യപ്പെട്ടതുപോലെ, മരണത്തിനകത്ത് നിന്നും ഒരുത്തനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവിടെയും ജനം ചോദിച്ചു, ഇത് എന്നാ ഒരു അധികാരമാ?
അവൻ ഭൂതത്തെ മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്, അവൻ പടക് മാത്രമല്ല നിറയ്ക്കുന്നത്, അവൻ മരിച്ചതിനെ ജീവനോടെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഓ, മരണത്തിന്റെ മേൽ വരെ പരിശുദ്ധാത്മാവിന്റെ എക്സൂസിയ ഉണ്ടെന്നേ. ഒരു സിറ്റുവേഷനെ മാത്രമല്ല, ഒരു മരണ വീടിന്റെ പോലും ഗതി മാറ്റാൻ നിന്റെ മേൽ കിടക്കുന്ന എക്സൂസിയയ്ക്ക് കഴിയും. 4 ദിവസമായിട്ട് അവൻ ലാസറസിന്റെ വീട്ടിൽ വന്നപ്പോഴും അവൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ലാസറസ് കം ഔട്ട്. അവൻ വിളിച്ചപ്പോൾ അവന്റെ വായിൽ നിന്ന് വെളിയിൽ വന്ന അധികാരത്തിന്റെ വാക്കുകൾ അന്തരീക്ഷത്തിനകത്തുകൂടെ പ്രതിഫലിച്ചു നേരെ 4 ദിവസമായി രക്തം വെള്ളമായി വീർത്തു പൊങ്ങിയിരിക്കുന്ന ലാസറിന്റെ ശരീരത്തിനകത്ത് അവന്റെ വാക്ക് ചെന്ന് തൊട്ട് അവന്റെ ഹൃദയത്തിനകത്ത് കയറി ഹൃദയം ഇടിക്കാൻ തുടങ്ങി, രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങി, നാഡീഞരമ്പുകൾ സ്വസ്ഥാനങ്ങളിലേക്ക് തിരികെ വരാൻ തുടങ്ങി. ജീവനുള്ളവനായി അവൻ തന്നെ എഴുന്നേറ്റ് കല്ലറ തുറന്ന് പുറത്തു വരുന്നത് അളവിൽ എക്സൂസിയ. എന്താ 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 ഇത്? എക്സൂസിയ. ഇവിടെ നീ ഒന്നും ചെയ്യണ്ട, നീ കൽപ്പിച്ചാൽ മാത്രം മതി. നിന്റെ വാക്ക് നിനക്ക് വേണ്ടി പലതും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പ്രധാനമായ 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. 1, യേശു അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവിലുണ്ടായിരുന്ന അധികാരം ആരിലും ഉണ്ടായിരുന്നു? യേശുവിലുണ്ടായി. ആ അധികാരത്തിൻ്റെ കീഴിൽ ദുരാത്മാക്കൾ നിങ്ങളെ അനുസരിക്കും. ആമേൻ പറഞ്ഞേ. 2 ഞാൻ പറഞ്ഞത്, ജീവിതത്തിലെ ചില സിറ്റുവേഷൻസിനെ, സാഹചര്യങ്ങളെ, പടകുകളെ, ശൂന്യതകളെ, ഇല്ലായ്മകളെ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മരണത്തെ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജീവനാക്കി മാറ്റാൻ പറ്റും. യേശുവിൻ്റെ അടുക്കൽ ധാരാളം രോഗികൾ വന്നു. എന്തു വന്നു? രോഗികൾ വന്നു. യേശു വന്നവരെ എല്ലാവരെയും സൗഖ്യമാക്കി. അവിടെ എല്ലാം യേശു ചെയ്ത ഒരൊറ്റ കാര്യമാണ്, അവൻ അവരോട് കൽപ്പിച്ചു. ഊമനായിരുന്നവൻ്റെ ദുരാത്മാവിനോട് അവൻ സംസാരിച്ചു. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ഊമൻ സംസാരിക്കാൻ തുടങ്ങി. ചന്ദ്രവാത രോഗമുള്ളവനെ, അപസ്മാര രോഗമുള്ളവനെ, ട്യൂമർ ഉള്ളതിനെ, കുഷ്ഠരോഗത്തിനെ, അതിൻ്റെ ദുരാത്മാവിനെ അവൻ കൽപ്പിച്ച് പുറത്താക്കിയപ്പോൾ അവൻ സൗഖ്യമാകാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന ഈ പദങ്ങൾ അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസ് ഒന്നുകൂടി നിങ്ങൾ റീകണക്ട് ചെയ്തെടുക്കുക. 1, യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് യേശുവിന് അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരം ദുരാത്മാക്കളുടെ മേലുണ്ടായിരുന്നു. പോയിന്റ് നമ്പർ 1, ഹി ഹാസ് ദ പവർ ഓർ അതോറിറ്റി ഓവർ എവറി ഡീമൺ. ആൻഡ് 2, അവന് സാഹചര്യങ്ങളുടെ മേൽ നിയന്ത്രണമുണ്ടായിരുന്നു. എൻ്റെ കൂടെ നാമം പറഞ്ഞ്, എന്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടായിരുന്നു? സാഹചര്യങ്ങളുടെ മേൽ. 3, അവന് മരണത്തിൻ്റെ മേൽ എന്തുണ്ടായിരുന്നു? അധികാരം ഉണ്ടായിരുന്നു. 4, അവന് രോഗങ്ങളുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സൂസിയയുടെ ഇത് 4 വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ വിശദീകരിക്കാതെ ഞാൻ ആ പോയിന്റുകൾ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ മേലും അധികാരമുണ്ടെങ്കിൽ മിനിമം ഈ 4 കാര്യങ്ങൾ സംഭവിക്കണം. എന്ത് സംഭവിക്കണം? നീ പറയുമ്പോൾ ദുരാത്മാക്കൾ കീഴ്പ്പെടണം, നിങ്ങൾ പറയുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകണം, നീ പറയുമ്പോൾ സിറ്റുവേഷനുകൾ നിങ്ങൾക്ക് അനുകൂലമായി മാറണം, നീ പറയുമ്പോൾ മരണം മാറി അവിടെ ഉയർപ്പ് സംഭവിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രയും കാര്യങ്ങൾ, മിനിമം 4 കാര്യങ്ങളാണ് നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രം എടുത്തത്. ഇനി ഒത്തിരി വിശദീകരിക്കാനുണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മേലെ എക്സൂസിയ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ 4 കാര്യങ്ങൾ. ഇനി ഞാൻ പറയാതെ ഈ 4 കാര്യങ്ങളൊന്ന് എന്നോട് പറയാവോ? കമോൺ, പെട്ടെന്ന്, സമയമില്ല. 1, 2, 3. ആമേൻ, ആമേൻ. ഈ 4 കാര്യങ്ങളും ഫങ്ഷൻ ചെയ്യാൻ ഒരൊറ്റ താക്കോലേ ഉള്ളൂ. അത് അധികാരമാണ്.
ആ അധികാരം നിന്റെ നാവിൻ്റെ മേലായിരിക്കുന്നേ. യേശു എവിടെ ചെന്ന് മിണ്ടാതിരുന്നപ്പോൾ ആരും ഉയർത്തിട്ടില്ല. ഉയർത്തോ? യേശു നിശബ്ദനായിരുന്നപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് വിളിച്ചപ്പോൾ, അവൻ എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവിടെ അത് സംഭവിച്ചു. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആണോ? ആമേൻ, ആമേൻ. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന അധികാരം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നേ? പെട്ടെന്ന് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. നിങ്ങൾ വായ തുറന്ന് പറയുമ്പോഴാ നിങ്ങളുടെ മേൽ കിടക്കുന്ന അധികാരം ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം പെട്ടെന്നെടുത്തേ. പാമ്പുകളെയും തേളുകളെയും. ഒരാള്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിച്ചോ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ, ആരാ? യേശു കർത്താവ്, നിങ്ങൾക്ക്, ആർക്ക്? ഞങ്ങൾക്ക് അധികാരം തരുന്നു. ആർക്ക് തന്നു? നിങ്ങളെല്ലാവരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. വചനം ഒന്ന് കണ്ടേ, വചനം ഒന്ന് കണ്ടേ, വചനം ഒന്ന് കണ്ടേ. പെട്ടെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഇടയ്ക്കൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ ദുരാത്മാക്കൾ കീഴ്പ്പെടുന്നത് നിങ്ങൾ കണ്ടു. ഞാൻ പറയുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകുന്നത് നിങ്ങൾ കണ്ടു. ഞാൻ വിളിച്ചപ്പോൾ ലാസർ ഉയർക്കുന്നതും നയിലെ വിധവയുടെ മകൻ എഴുന്നേൽക്കുന്നതും യായിറോസിന്റെ മകൾ എഴുന്നേൽക്കുന്നതും നിങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞപ്പോൾ കാറ്റും കടലും അമരുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചുറ്റും സാഹചര്യങ്ങളെല്ലാം എൻ്റെ കൺട്രോളിലാകുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ ഇതാ ആ അധികാരം എന്നിലിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ മേൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ആ അതോറിറ്റിയെ, ആ എക്സ്ക്യൂസിയെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകത്തൊരു പൊളിറ്റീഷ്യനും അവൻ്റെ അതോറിറ്റി ഷെയർ ചെയ്യത്തില്ല. ലോകത്തൊരു പ്രൈം മിനിസ്റ്ററും അവൻ്റെ അതോറിറ്റി ഷെയർ ചെയ്യത്തില്ല. ലോകത്തിലെ ഓരോ ഭരണാധികാരിയും അവൻ്റെ അധികാരം നിങ്ങൾക്ക് വിട്ടുതരികയില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് എൻ്റെ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിൻ്റെ അടുത്ത വാക്യം കൂടി ഒന്ന് കാണിക്കാവോ? പേടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. അല്ല, 19 തന്നെ. അതിൻ്റെ അടുത്തൊരു പോർഷൻ കൂടെ ഉണ്ട്. 19 നിങ്ങൾ തന്നെ വായിക്കേ. ആദ്യം മുതൽ വായിക്കേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ, ചവിട്ടിയതുപോലെ ചവിട്ടാൻ, ഞാൻ തോൽപ്പിച്ചതുപോലെ തോൽപ്പിക്കാൻ, ഞാൻ സൗഖ്യമാക്കിയതുപോലെ സൗഖ്യമാക്കാൻ, ഞാൻ പടക് നിറച്ചതുപോലെ നീ നിറയ്ക്കാൻ, ഞാൻ പുറത്താക്കിയതുപോലെ നിങ്ങളും പുറത്താക്കാൻ, ഞാൻ ജീവിപ്പിച്ചതുപോലെ നിങ്ങളും ജീവിപ്പിക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അങ്ങനെ ഞാൻ തരുന്ന അധികാരവുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ദുരാത്മാവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറയുമ്പോൾ എന്നോടവൻ മറുപടി പറയാതെ വിട്ടുപോയതുപോലെ നിങ്ങളോടും മറുപടി പറയാതെ വിട്ടുപോകും. കാരണം എന്നറിയാവോ? നിങ്ങൾ അങ്ങോട്ട് കയറിയാണ് ആക്രമിക്കുന്നത്, അവൻ നിങ്ങളെ ആക്രമിക്കാൻ വരികയല്ല. നിങ്ങൾ ഗദരദേശത്തെ അന്വേഷിച്ചാണ് പോകുന്നത്. ഗദരദേശത്ത് കിടക്കുന്നവൻ നിന്നെ അന്വേഷിച്ചല്ല വരുന്നത്. നീ അങ്ങോട്ട് കയറി അവന്റെ മേൽ അധികാരത്തെ എക്സൂസിയെ നടപ്പിലാക്കുമ്പോൾ ഒന്നും, ഉറക്കെ പറ, ഒന്നും, പറ,
ഒന്നും. ഇതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ ഒച്ചത്തിൽ നല്ല കാര്യം നല്ലതുപോലെ അങ്ങ് പറഞ്ഞോട്ടെ. അതിന് ഇസ്ലാമ്യ ബന്ധനമാകട്ടെ, അത് ആഭിചാരമാകട്ടെ, അത് കാളിയുടെ വ്യാപാരമാകട്ടെ, അത് എതിർ പ്രാർത്ഥനയാകട്ടെ, അത് ലൂസിഫർ ആകട്ടെ, ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. എന്താ പറഞ്ഞേ? ശ്രദ്ധിച്ചേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുക ഇല്ല. ഇത് സെൻട്രൽ പാസ് പറഞ്ഞതല്ല, ആണോ പാസ്റ്റേ? ഇത് പ്രസ്ബിറ്റേറിയൻ പറഞ്ഞതല്ല, ഇത് കൗൺസിലർ പറഞ്ഞ വാക്കല്ല. ഇത് മരിക്കാൻ വന്നവൻ, മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവൻ, ഇന്ന് എൻ്റെ ഉള്ളിൽ വന്ന് താമസിക്കുന്നവൻ, ആൽഫയും ഒമേഗയുമായവൻ, അവൻ്റെ വാ കൊണ്ട് പറഞ്ഞതാ, ഒന്നും ഒരു നാളും നിനക്ക് ദോഷം വരുത്തുകയില്ല. ഇതിലും വലിയൊരു തെളിവ് എനിക്ക് തരാനില്ല. ഈ എഴുതിയിരിക്കുന്നത് അഭിപ്രായമല്ല, അവൻ്റെ സ്റ്റേറ്റ്മെന്റാ. ആമേൻ, ആമേൻ. അവൻ്റെ കൽപ്പനയാണ്. ഒന്നും ഒരു നാളും എൻ്റെ മേലിരിക്കുന്ന അതോറിറ്റി നിങ്ങളുടെ മേൽ കിട്ടുമ്പോൾ, നിങ്ങളത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, ഒന്നും ഒരു നാളും നിങ്ങളെ തിരിഞ്ഞടിക്കുകയില്ല. അപ്പുറത്തെ വീട്ടിൻ്റെ പത്രോസിലെ പടകിനകത്ത് മീൻ നിറച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ കാറിന്റെ ടയർ പൊട്ടിക്കിടക്കാൻ തിരിച്ചടിയില്ലെന്നാ പറയുന്നേ. നീ ഒരു 100 ക്യാൻസറുകളെ സൗഖ്യമാക്കി കഴിയുമ്പോൾ നിന്റെ വയറ്റിനകത്ത് ക്യാൻസർ വരുമെന്ന ഭയം വേണ്ട. ഞാൻ പറ, നീ അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ രോഗികളാകുമെന്ന ഭയം വേണ്ട. തിരിച്ചടിക്കില്ല. ഒന്നും ഒരു നാളും നിനക്ക് ദോഷം വരുത്തുകയില്ല. എന്താ കാര്യം? ഞാൻ നിനക്ക് അധികാരം തരികയാണ്. എന്തിനാ? അവനെ കയറി ചവിട്ടാൻ. കയറി ചവിട്ടിക്കോ. ഒന്നും ഒരു നാളും നിനക്ക് ദോഷം വരുത്തുകയില്ല. 12 പേരോടാ ഇത് പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ അടുത്ത സിറ്റുവേഷനിലേക്ക് പോയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ കാര്യം പറഞ്ഞു, കേട്ടു. തുടർന്ന് അങ്ങോട്ടുള്ള കുറച്ച് മാസങ്ങൾക്കൊടുവിൽ ഈ പറഞ്ഞയാള് ക്രൂശിലേക്ക് പോയി, ഈ പറഞ്ഞയാള് മരിച്ചുപോയി, ഈ പറഞ്ഞയാള് കല്ലറയിലേക്ക് പോയി. എന്നാൽ 3-ാമത്തെ പ്രഭാതത്തിൽ ഈ വാക്ക് പറഞ്ഞവൻ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എഴുന്നേൽച്ചു. എന്നിട്ട് താൻ ഈ അധികാരം തരാമെന്ന് പറഞ്ഞ 11 പേരുടെ അടുക്കൽ വന്നു. 11 പേരുടെ അടുക്കൽ വന്നു. താൻ ജീവിച്ചിരിപ്പുണ്ടെന്നും താൻ പറഞ്ഞ വാക്ക് നീയും സംഭവിക്കുമെന്നും 40 രാവും 40 പകലും അവരുടെ കൂടെ ഇരുന്ന് തെളിയിച്ചു കൊടുത്തു. ആരാ പറഞ്ഞത്? അസ്ഥിയും മാംസവും ഉള്ള യേശു അല്ല, ഉയർത്തെഴുന്നേറ്റ സ്വർഗീയ ശരീരത്തോടു കൂടിയിരിക്കുന്ന ദൈവപുത്രനായ മരണത്തിൻ്റെ അധികാരിയായി ഉയർത്തെഴുന്നേറ്റ യേശു 40 രാവും 40 പകലും ശിഷ്യന്മാരുടെ കൂടെ നടന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ സംഭവിക്കും കേട്ടോ. ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളിത് ഉറപ്പിച്ചോ, ഈ അധികാരം നിങ്ങളുടെ മേൽ വരും.